പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേവലം 2 ദിവസത്തിനുള്ളിൽ 2 പാമ്പുകടി മരണങ്ങളാണ് സംസ്ഥാനത്തുണ്ടായത്. അതിൽ തൃശൂരെ ആൾജോ 8 വയസ്സുകാരനാണ്. നാടിന്റെ നൊമ്പരമായി മാറിയ ദിവസങ്ങൾ കൂടിയാണ്. തലയണക്കടിയിലുണ്ടായിരുന്ന ശംഖുവരയൻ അഥവാ വെള്ളിക്കെട്ടൻ പാമ്പാണ്. അത്യുഗ്ര വിഷമുള്ള പാമ്പാണ്. കുട്ടികളെ കടിച്ചു. ആൾജോയുടെ സഹോദരന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു വരുന്നു. കണ്ണു തുറന്നുവന്നത് ആ സങ്കടത്തിനിടയിലും ആശ്വാസം. അതിന് ഞെട്ടൽ മാറും മുന്നെയാണ് തിരുവനന്തപുരത്തെ 75-കാരി സുധർമ്മയുടെ മരണം. കിണറിനടുത്ത് വെച്ച് പാമ്പുകടിയേറ്റ് കുഴഞ്ഞു വീണ് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അതുമേതോ ഉഗ്രവിഷമുള്ള പാമ്പാണ്. അതിനോടൊപ്പം ഇന്ന് വന്ന മറ്റൊരു വാർത്തയാണ് വയനാട് മാനന്തവാടിയിൽ വീട്ടുവളപ്പിൽ നിന്നും മൂർഖനെയും 28 കുഞ്ഞുങ്ങളെയും പിടികൂടിയ വാർത്ത. ചൂടുകാലമാണ്, വിഷസർപ്പങ്ങൾ മാളം വിട്ടിറങ്ങുന്ന കാലമാണ്. ഭയം വേണ്ട, ജാഗ്രത മതി എന്ന് പറയുമ്പോഴും ജീവനാണ് വിലപ്പെട്ടതാണ്, വേണം വിട്ടുവീഴ്ചയില്ലാത്ത ജാഗ്രത. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ശ്രീ മുഹമ്മദ് അൻവർ, ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ ഡോക്ടർ റോഷ്നി, രാജഗിരി ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സണ്ണി പി ഓരത്തേൽ, ശ്രീ വാവാ സുരേഷ് എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ ശ്രീ അൻവറിലേക്ക് പോകുന്നു. ശ്രീ അൻവർ, ഈ പാമ്പുകടി മരണങ്ങൾ കുറയുന്നുണ്ട് എന്നത് കണക്കാണ്. ഈ ബൈറ്റുകളുടെ എണ്ണം കൂടുമ്പോഴെന്ന് പറയുമ്പോഴും 2 ദിവസം 2 മരണം എന്നത് സങ്കടകരമായ കണക്കാണ്. 8 വയസ്സുള്ള കുഞ്ഞിന്റെ കാര്യം അതിനേക്കാൾ വേദനയാണ്. ആൾജോയുടെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ വേറൊരു വെള്ളിക്കെട്ട കുഞ്ഞിനെ കണ്ടു. അവനെ കടിച്ചതും ഒരു പാമ്പിൻ കുഞ്ഞാണ്. വയനാട് മൂർഖനും 23 കുഞ്ഞുങ്ങളും. എന്താണ് ഈ കാലത്ത് സംഭവിക്കുന്നത് ശ്രീ അൻവർ? ആദ്യമായി വളരെ സങ്കടകരമായിട്ടുള്ള ഒരു സംഭവമാണ്. 10ഉം 8ഉം വയസ്സുള്ള 2 കുട്ടികൾക്ക് പാമ്പ് കടിയേറ്റു. അതിൽ ഒരു കുട്ടി ചികിത്സയിലാണ്. ആ മോൻ എത്രയും പെട്ടെന്ന് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന ആഗ്രഹത്തോടു കൂടി വേനൽക്കാലമാണ്, അതായത് ചൂട് വളരെ കൂടുതലാണ്. മലയാളികൾക്ക് മുൻ പരിചയമില്ലാത്ത, അനുഭവമില്ലാത്ത തരത്തിലുള്ള കടുത്ത വേനലാണ്. അപ്പോൾ മനുഷ്യർക്കും മറ്റ് ജീവികൾക്കുമൊക്കെ ഈ വേനൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. വളരെ സ്ട്രെസ്ഡാണ്. വന്യജീവികളും മറ്റ് വളർത്തുമൃഗങ്ങളും മനുഷ്യരും ഒക്കെ സ്ട്രെസ്ഡാണ്. അപ്പോൾ പാമ്പുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ശീതരക്തജീവികളാണ്. ശരീര താപനില നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ കുറവാണ്. അതുകൊണ്ട് മാളങ്ങൾക്കുള്ളിലൊക്കെ വളരെ കടുത്ത ചൂടിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് പാമ്പുകൾ പുറത്തിറങ്ങാറുണ്ട്. കൂടുതലായി സാധാരണ പാമ്പുകളുടെ ഒരു ബേസിക് നേച്ചർ എന്ന് പറയുന്നത് മാളങ്ങൾക്കുള്ളിൽ കൂടുതലായി സുരക്ഷിതമായി കഴിഞ്ഞുകൂടുക എന്നുള്ളതാണെങ്കിൽ ഈ ഒരു ചൂട് കാലത്ത് അത് തണുപ്പ് തേടിയും അല്ലെങ്കിൽ ചൂടിനെ നിയന്ത്രിക്കാനും വേണ്ടി പുറത്തേക്ക് ഇറങ്ങാനും ജനങ്ങളുമായിട്ടുള്ള എൻകൗണ്ടേഴ്സ് കൂടുതലാകാനും ഉള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ ഒരു സ്ട്രെസ് ലെവൽ ഉയർന്നു നിൽക്കുന്നത് കാരണം സാധാരണഗതിയിൽ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഓടി മാളത്തിനകത്തേക്ക് കയറുന്ന പാമ്പുകൾ പോലും ചിലപ്പോൾ അത് അഗ്രസീവ് ബിഹേവിയർ കാണിക്കാനും ചിലപ്പോൾ കടിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതോടുകൂടി മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. അതായത് കുഞ്ഞു പാമ്പുകളെ, ഉഗ്രവിഷമുള്ള ഇനത്തിൽപ്പെട്ട മൂർഖൻ, വെള്ളിക്കെട്ടൻ, അതുപോലെ ചേനത്തണ്ടൻ തുടങ്ങിയ വിഷപ്പാമ്പുകളുടെയൊക്കെ കുഞ്ഞുങ്ങളെ കൂടുതലായി കണ്ടുവരുന്ന ഒരു സീസൺ കൂടിയാണ്, പ്രജനനകാലമാണ്. അപ്പോൾ കുഞ്ഞു പാമ്പുകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ജനിച്ചു കഴിഞ്ഞാൽ അതിന് വളരെ സേഫായിട്ടുള്ള ഒളിയിടങ്ങൾ അന്വേഷിച്ച് അത് നിരന്തരമായിട്ടുള്ള സഞ്ചാരത്തിലായിരിക്കും. ജനിക്കുന്ന സ്ഥലത്ത് തന്നെ അത് തുടരുകയല്ല. അതിന് സേഫായിട്ടുള്ള ഹൈഡ് ഔട്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ ഫുഡ് അവൈലബിലിറ്റി, അതിന് ഷെൽട്ടർ അവൈലബിലിറ്റി, അതൊക്കെ ഒന്ന് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിക്കുന്നതിനിടയ്ക്ക് അത് വീടുകളിലും ഒക്കെ, വീട് പരിസരത്തുങ്ങൾ ഒക്കെ എത്തിപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ 2 സാഹചര്യങ്ങളും കൂടി, കടുത്ത ചൂടും അതുപോലെ ബ്രീഡിംഗ് സീസണും അല്ലെങ്കിൽ പ്രജനനകാലവും കൂടി ഒന്നിച്ച് വരുന്നതിൻ്റെ ഒരു പ്രത്യേക ശ്രദ്ധയും കരുതലും നമ്മൾ ഈ ഒരു കാലയളവിൽ ചെലുത്തേണ്ടതുണ്ട്. പാമ്പും കുഞ്ഞുങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പാമ്പും കുഞ്ഞിനെ വീടിൻ്റെ പരിസരത്ത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പരിസരത്ത് മറ്റ് കൂടുതൽ പാമ്പും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു പാമ്പും കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പൊതുജനങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോവുകയോ ആ സ്ഥലം പരിശോധിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മുൻകരുതൽ നിർദ്ദേശം. അത് പാമ്പുകളെ കൈകാര്യം ചെയ്ത് പരിചയമുള്ള, പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള വനം വകുപ്പിൻ്റെ അനുമതിയുള്ള സർപ്പ വോളണ്ടിയേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് അവരുടെ സാന്നിധ്യത്തിലോ അല്ലെങ്കിൽ അവരെ കൊണ്ട് പരിശോധന നടത്തുക എന്നുള്ളതാണ്. പിന്നെ കുറച്ച് ചില മുൻകരുതലുകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ വീടിനകത്തേക്ക് പാമ്പുകൾ കടന്നു വരാതെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപകടങ്ങൾ നമുക്ക് പരമാവധി ഒഴിവാക്കാൻ സാധിക്കും. വീടിനകത്തേക്കുള്ള എൻട്രി പോയിന്റ്സ് മാക്സിമം സീൽ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ വീട്ടിൽ ഓർണമെൻ്റൽ പ്ലാന്റ്സോ ഒക്കെ അലങ്കാര ചെടികളൊക്കെ വെച്ച് വളർത്തിയിട്ടുണ്ടാവും. അപ്പോൾ മരത്തിൽ കയറാനോ വള്ളികളിലൂടെ കയറി വരാൻ കഴിവുള്ള ആർബോറിയൽ കപ്പാസിറ്റിയുള്ള പാമ്പ്, പ്രത്യേകിച്ച് മൂർഖൻ പാമ്പ്, വെള്ളിക്കെട്ടൻ പാമ്പ് മുതലായ പാമ്പുകളും അതിൻ്റെ കുഞ്ഞുങ്ങളുമൊക്കെ ആ വള്ളികളിലൂടെയൊക്കെ കയറി വീട്ടിനകത്തേക്ക് വരാൻ ഉള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അതായത് വള്ളി ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷേ അതിലൂടെ കയറി വീട്ടിനകത്തേക്ക് പ്രവേശിക്കുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള വളർച്ചയൊക്കെ നമ്മൾ ക്രോപ്പ് ചെയ്ത്, അതായത് ജനാലയുമായോ വെന്റിലേറ്ററുമായോ അല്ലെങ്കിൽ എയർ ഹോളുമായോ ഒക്കെ കണക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഇത്തരം ചെടികളെ വളർത്താൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, വീടിൻ്റെ ഇപ്പം
നിർമ്മാണപരമായ ചില പ്രത്യേകതകൾ, ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് മുൻവാതിൽ, അതുപോലെ പിൻവാതിൽ, ഈ വാതിലുകൾ അടച്ചിരുന്നാൽ പോലും ചിലപ്പോൾ അതിൻ്റെ കീഴിൽ ചെറിയ വിടവുണ്ടെന്നുണ്ടെങ്കിൽ പാമ്പും കുഞ്ഞുങ്ങളൊക്കെ അതിലൂടെ ഉള്ളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് സാധാരണഗതിയിലുള്ള മോഡേൺ ഹൗസസിലൊക്കെ താഴെ കട്ടളപ്പടിയുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള വിടവുകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. എങ്കിൽ കൂടി അങ്ങനെ വിടവുള്ള മുൻവാതിലോ പിൻവാതിലോ ഒക്കെയുള്ള വീടാണെന്നുണ്ടെങ്കിൽ മാറ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കൊണ്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പിന്നെ എന്താണ്, ഈ വീടിൻ്റെ പരിസരം വൃത്തിയായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് കാട് പിടിച്ചൊക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പാമ്പുകൾ സുരക്ഷിതമായ ഒളിയിടങ്ങളാകും. അതുകൊണ്ട് വീടിൻ്റെ പരിസരത്തൊക്കെ കാടൊക്കെ നീക്കം ചെയ്യുക, കരിയിലകളൊക്കെ കൂടി കിടക്കാതെ നീക്കം ചെയ്യുക. വിറകോ അല്ലെങ്കിൽ നിർമ്മാണ സാമഗ്രികളോ ഇഷ്ടികയോ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ അലക്ഷ്യമായി കൂട്ടിയിടാതെ ശ്രദ്ധിക്കുക. പിന്നെ ഈ പാമ്പിനെ ആകർഷിക്കുന്ന മറ്റ് ജീവികളുടെ സാന്നിധ്യവും പരമാവധി ഒഴിവാക്കുക. അതായത് ഇപ്പോൾ എലികളെ പോലുള്ള ജീവികളൊക്കെ വരാനുള്ള സാധ്യതകൾ, അതായത് ഫുഡിൻ്റെ വേസ്റ്റൊക്കെ അലക്ഷ്യമായി വീടിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എലികളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എലിയെ പിടികൂടി ഭക്ഷിക്കുന്ന പാമ്പുകൾ അതിൽ ആകർഷിക്കപ്പെട്ട് വീടിൻ്റെ പരിസരത്തേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫുഡ് വേസ്റ്റ് ഒക്കെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ പക്ഷികളെയൊക്കെ വളർത്തുന്ന വീടുകളുണ്ടെന്നുണ്ടെങ്കിൽ പക്ഷികളെ പിടികൂടി ഭക്ഷിക്കുന്ന മൂർഖം പാമ്പോ ചേരയോ പോലുള്ള പാമ്പുകളൊക്കെ അവിടേക്ക് ആകർഷിക്കപ്പെടാം. പക്ഷികളുടെ മുട്ടയൊക്കെ എടുത്ത് കഴിക്കുന്ന പാമ്പുകളൊക്കെ അവിടേക്ക് വരാം. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, അത്തരം പക്ഷികളോ അല്ലെങ്കിൽ വളർത്തു ജീവികളോ ഒക്കെ ഉള്ള വീടുകളിൽ ഉള്ള ഗൃഹനാഥരും കുട്ടികളും ഒക്കെ പ്രത്യേകം കരുതൽ വേണം. ഈ ഒരു മാത്രമല്ല പൂച്ച പോലുള്ള പെറ്റ്സ് ഒക്കെ ഞങ്ങളിലെത്താം. ശ്രീ വാവ സുരേഷ്, ഇവിടെ താങ്കൾ ഒരുപാട് പാമ്പുകളെ പിടിച്ചിട്ടുണ്ട്, പലയാവർത്തി പാമ്പുകടി ഏറ്റിട്ടുണ്ട്. അത് പല ഘട്ടത്തിലും അത്യാസന്ന നിലയിൽ ആ പൂമട്ടിൽ പാമ്പുകടി ഏറ്റ ആളുമാണ്. ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് ഒരു വയോധികയ്ക്ക് പാമ്പുകടി ഏറ്റു. അത് പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എന്ന് പറഞ്ഞാൽ പാമ്പുകടി ഏറ്റു, ആ അമ്മ കുഴഞ്ഞു വീണു. പാമ്പുകടി ഏറ്റു എന്ന് പറഞ്ഞിട്ടാണ് കുഴഞ്ഞു വീണത്. അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലുണ്ട്. പക്ഷേ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല. അതും എന്തോ ഉഗ്രവിഷമുള്ള പാമ്പാണ്. ഈ പാമ്പുകടി ഏറ്റ സ്ഥലമെന്ന് പറഞ്ഞാൽ അങ്ങ് ഏതോ ഉൾപ്രദേശത്തുള്ള സ്ഥലവുമല്ല. അപ്പോൾ കേരളത്തിൽ എവിടെയും ഇന്ന സ്ഥലങ്ങളിലെ ഇന്ന വിഷപ്പാമ്പ് കാണൂ എന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥ ഇപ്പോഴുണ്ട്. ഉറപ്പായും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതൊക്കെ ആവുകയും ചെയ്യാം. താങ്കളുടെ ഒരു അനുഭവ പരിചയത്തിൽ ഇപ്പോൾ നാട്ടുകാർ സൂക്ഷിക്കേണ്ട എന്തൊക്കെയാണ് ശ്രീ വാവ സുരേഷ്? നല്ല കാര്യം. ഞാനിപ്പോൾ എന്താ പറയുക, ഒരു 39 വർഷമായി ഈ മേഖലയിലേക്ക് വന്നിട്ട് ഏകദേശം ഒരുപാട് ഒട്ടനവധി 14 ജില്ലകളിലും സഞ്ചരിച്ചു. ഇപ്പോൾ ഞാൻ ഈ ലൈവിലിരിക്കുമ്പോൾ തന്നെ ഞാൻ കർണാടകത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിളിക്കുന്ന സമയത്ത് കർണാടകത്തിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയും ഒരുപാട് പാമ്പുകളുടെ കുറിച്ച് പ്രത്യേകതകളും അവിടുത്തെ സുഹൃത്തുക്കളും കടികളൊക്കെ എനിക്ക് നല്ല പരിചയമാണ്, അറിയാം സുഹൃത്തുക്കൾ കടികൾ. പക്ഷേ ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കടി കിട്ടുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു 5-8 വർഷങ്ങൾക്ക് ശേഷം, ഇപ്പോൾ 5-6 വർഷങ്ങൾക്ക് ഇപ്പുറം പല സ്ഥലത്തും നമ്മുടെ പാമ്പുകൾക്ക് ടെറിട്ടോറിയൽ എന്നൊരു സംഭവം ഇപ്പോൾ എല്ലായിടത്തും പാമ്പുകളെ കാണുന്നു. ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരം സിറ്റിക്കകത്ത് വരെ ധാരാളം മൂർഖൻ പാമ്പുകളുടെ സാന്നിധ്യം കണ്ടെത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു, വളരെ അപൂർവമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് തൃശ്ശൂർ ബേസ് ചെയ്ത് നമുക്ക് നോക്കാം. തൃശ്ശൂർ നമ്മുടെ ആ കുഞ്ഞിന് കടിയേറ്റിയത് ശങ്കുരൻ പാമ്പിൻ്റെ കടിയാണെന്ന് പറയപ്പെടുന്നു. ശങ്കുരൻ്റെ കടിയേറ്റാണ് മരണപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇതേ അനുഭവം നമ്മുടെ കേരളത്തിൽ വളരെ ധാരാളം ശങ്കുരൻ പാമ്പിൻ്റെ കടിയേറ്റ് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പത്തനാപുരത്തായിരുന്നാൽ പോലും ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ എന്താ പറയുക കോഴിക്കോട് കടിയേറ്റത് ഉൾപ്പെടെ മലപ്പുറത്ത് 2 വയസ്സുള്ള കുട്ടിക്ക് കടികിട്ടി ഉൾപ്പെടെ കുട്ടികൾക്ക് ഒരുപാട് കടികൾ കിട്ടുന്നുണ്ട്. അത് നമ്മുടെ ശ്രീമാൻ അൻവർ സാർ പറഞ്ഞതുപോലെ ഈ വീടിൻ്റെ പരിസരം വൃത്തിയാക്കിയിടാതിരിക്കുന്നത് ഒന്ന് കാരണമാണ്. രണ്ടാമത് നമ്മുടെ ഈ ചെടികൾ സ്നേഹിക്കുന്ന അമ്മമാർ ഒരുപാട് ചെടികൾ വെക്കുന്നുണ്ട്. ചെടി വെക്കുന്ന സമയത്ത് ചെടിയിനടിയിൽ ഇഷ്ടിക വെച്ച് അടുക്കി വെക്കാറുണ്ട്. അതുപോലെ നമ്മുടെ സിമൻറ്റ് ഇൻ്റർലോക്ക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സിമൻറ്റ് കട്ട താബൂക്കൊക്കെ വെച്ച് അടുക്കി വയ്ക്കുമ്പോൾ ആ താബൂക്കിൻ്റെ അടിയിലൊക്കെ ഹോൾ ഉണ്ടെങ്കിൽ അവയൊക്കെ വന്നിരിക്കാൻ സാധ്യത. പക്ഷേ ശങ്കുരൻ പാമ്പിന് ഇതൊന്നും ബാധ്യതയല്ല. ശങ്കുരൻ പാമ്പിന് ഇതൊന്നും ബാധകമല്ല. ശങ്കുരൻ പാമ്പ് സാധാരണ രാത്രി സഞ്ചാരിയായി മാറ്റിൻ്റെ പരിസരം ഇപ്പോൾ ഈ കട്ടിലിൻ്റെ മേളിൽ മെത്തയിൽ തലങ്ങണയ്ക്ക് അടിയിലിരുന്ന് കടിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ 2 കുട്ടികൾക്കും കടിയേറ്റു എന്നാണ്. അപ്പോൾ കണ്ടിരിക്കുന്നത് നമ്മൾ ചെറിയ ഒരു ശങ്കുരൻ പാമ്പിൻ്റെ കുഞ്ഞിനെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ ചെറിയ ഒരു പാമ്പ് എന്ന് പറയുമ്പോൾ അത് ഒന്നിനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പാമ്പ് കടിയാണ് എന്ന് ഡോക്ടർ കണ്ടുപിടിച്ചത് കൊണ്ട് മാത്രമാണ് അത് പാമ്പ് കടിയിലേക്ക് വന്നത്. ഇല്ലെങ്കിൽ അത് എന്താ പറയുക ഭക്ഷ്യവിഷബാധ എന്നുള്ള രീതിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ പരമാവധി നമ്മുടെ വീട്ടിൻ്റെ അടുത്ത മാസം കൂടി ആകുമ്പോൾ അണിലിയുടെ പ്രസവം കഴിയുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ രണ്ടാമത് മൂർഖൻ പാമ്പിൻ്റെ മുട്ട വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അത് ഏകദേശം എനിക്ക് തോന്നുന്നത്, എനിക്ക് ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ട്രിവാൻഡ്രത്ത് മോഹൻകുമാർ എന്ന് പറഞ്ഞ പഴയ MLA വീട്ടിൽ നിന്ന് ഒരു 17 കുഞ്ഞുങ്ങളെ എടുത്ത് തള്ളയെ കിട്ടിയിട്ടില്ല. അതുപോലെ കാലടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു 15 കുഞ്ഞുങ്ങളെയും തള്ളപ്പാമ്പിനെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എന്താ പറയുക പേയാട് ദർശൻ നഗറിനകത്തുനിന്ന് ഒരു വീട്ടിൻ്റെ ബാത്റൂമിനകത്തുനിന്ന് ഏകദേശം 8ഓളം കുഞ്ഞുങ്ങളെ
അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു മൂർഖൻ്റെ കുഞ്ഞിന്. അതിനകത്ത് വരാനായിട്ട് ഒരു വഴിയില്ല. അങ്ങനെ ആ വഴി തേടി പോകുന്ന സമയത്ത് അതിൻ്റെ സിംഗിൾ വാഷ് ബേസിൽ നിന്ന് വെള്ളം പോകുന്ന ലൈന് വെളിയിൽ എലി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത പറമ്പിൽ നിന്ന് മതിൽക്കെട്ടിൽ നിന്ന് മാളം ഉണ്ടാക്കി ഈ പൈപ്പിൻ്റെ അടുത്ത് നിന്ന് മുട്ടയിട്ട് വിരിഞ്ഞിട്ട് ഈ പൈപ്പ് വഴി സിങ്കിൻ്റെ ആ ചെറിയ ഹോളിൽ കൂടി കുഞ്ഞുങ്ങൾ ഇറങ്ങി വരുന്നതായിട്ട് അവർക്ക് കാണാൻ പറ്റും. വാഷ് ബേസിൻ്റെ ചെറിയ ഹോളിൽ കൂടി ഇറങ്ങി വരണം കാണാൻ പറ്റി. ഞാൻ പറഞ്ഞു അതിലായിരിക്കും വരണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് വെള്ളം നിറച്ച് വെയിറ്റ് ചെയ്തപ്പോൾ അതിനകത്തുനിന്ന് കുഞ്ഞുങ്ങളിങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന സ്ഥലത്തൂടെ മാത്രമേ പാമ്പുകൾ സഞ്ചരിക്കുന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ സൂക്ഷിക്കുക, പ്രിക്കോഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീട്ടിൻ്റെ ആ പാമ്പടി അപകടം കുറഞ്ഞിരുന്നത് വീട്ടിൻ്റെ മുന്നിലും പിന്നിലും 2 ഡോറുകളിലും കട്ടളപ്പടി അടിയിൽ പടിയുണ്ടായിരുന്നു. ഇപ്പോൾ പടിയില്ല. ഇപ്പോൾ നമ്മൾ എന്താ പറയുക മസ്കിറ്റോ നെറ്റൊക്കെ വയ്ക്കുമ്പോൾ മസ്കിറ്റോ നെറ്റിൻ്റെ അടിയിലൊക്കെ ഗ്യാപ്പ് ഉണ്ടാവുന്നു. അതുവഴിയൊക്കെ പാമ്പുകൾ കടന്നു വരാം. പിന്നെ നമ്മൾ 90% വീടുകളിലും ഈ കഴിഞ്ഞ ആഴ്ച ഒരു വീട്ടിൽ ഒരു മൂർഖൻ പാമ്പിൻ്റെ കുഞ്ഞിനെ മാത്രമാണ് കിട്ടിയത്. നമുക്ക് പേട്ടയിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ അവർ ഈ അടുക്കളയിൽ നിന്ന് സിങ്കിൽ നിന്ന് വെള്ളം പോകുന്ന ആ വഴി പുറത്ത് അടച്ചിട്ടില്ല, അടുത്ത പറമ്പിലേക്ക് വിട്ടിരിക്കുന്നു. ആ പൈപ്പിൽ കൂടി കയറി വന്നിട്ട് സിങ്കിൻ്റെ അടിയിലത്തെ ഓപ്പണിൽ കൂടിയാണ് വീടിനകത്ത് ഇറങ്ങിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചില്ല എങ്കിൽ അപകടമാണ്. അതുപോലെ നമുക്ക് പരിസരം വൃത്തിയാക്കും. ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ലവ് ബേഡ്സിനെയൊക്കെ വളർത്തുന്നത് അൻവർ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ലവ് ബേഡ്സിനെയൊക്കെ വളർത്തുന്നതൊക്കെ ഒഴിവാക്കുന്നു. പക്ഷേ അത് അങ്ങനെ ഇഷ്ടമുള്ള വളർത്തുന്നുണ്ടെങ്കിൽ ടെറസിൻ്റെ മണ്ടയിലോ അങ്ങനെ ടെറസിൻ്റെ മണ്ടയിലോ അങ്ങനെ ഹൈറ്റിൽ അങ്ങനെ വെക്കുകയോ, അല്ലെങ്കിൽ നമ്മൾ പണ്ട് നമ്മുടെ തേങ്ങയൊക്കെ ഉണക്കാൻ വിരിക്കുന്ന വലയൊക്കെ ഇപ്പോൾ എല്ലാവരും അതിർത്തിയിലൊക്കെ വിരിക്കാറുണ്ട്. അങ്ങനെയൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് ഒരു അകലം പാലിക്കും. നമുക്ക് അകത്തി നിർത്താൻ അവരുടെ സാന്നിധ്യം അകറ്റി നിർത്താൻ കഴിയും. അതിലുപരി ഏറ്റവും നല്ലത് പാമ്പുകൾ നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ ചേരയായിരുന്നാലും മൂർഖനായിരുന്നാലും അണലിയായിരുന്നാലും ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് എലിയെ തേടിയിട്ടുണ്ട്. എലി എന്ന് പറയുമ്പോൾ എലി സഞ്ചരിക്കുമ്പോൾ എലിയുടെ മോഷൻ്റെയോ യൂറിൻ്റെയോ ഗന്ധമാണ് പാമ്പുകൾ നാവ് കൊണ്ട് തിരിച്ചറിയുന്നത്. അല്ലാതെ 50 മീറ്റർ അകലെ അല്ലെങ്കിൽ 50 അടി അകലെ ഒരു എലി ഉണ്ടെന്ന് കണ്ട് പാമ്പുകൾക്ക് ഒരിക്കലും നമ്മുടെ വീട്ടിലേക്ക് കയറി വരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ വീട്ടിൻ്റെ കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ പാമ്പ് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ആദ്യം ഒന്ന് വെള്ളം നനച്ചതിന് ശേഷം ഒരു 2-3 മാസം കൂടുമ്പോൾ ലേശം മണ്ണെണ്ണയോ ഡീസലോ അവിടെ മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ നാവ് കൊണ്ട് എലിയുടെ മോഷൻ്റെയൊക്കെ ഗന്ധം തിരിച്ചറിഞ്ഞ് സെൻസ് ചെയ്ത് വരുന്ന പാമ്പുകൾക്ക് ആ ആസിഡ് പാറായ മണ്ണെണ്ണയുടെ മണം കിട്ടുകയും അതുപോലെ ഈ എലിയുടെ യൂറിൻ്റെ ഗന്ധം അവിടെ മുറിയുക. അപ്പോൾ തിരിച്ച് മടങ്ങി പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു 1000-ആയിരക്കണക്കിന് വീടുകളിൽ ഇങ്ങനെ ചെയ്ത് വിജയിച്ചായിട്ട് അവരെന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പറഞ്ഞു. അപ്പോൾ അത് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ പല വീട്ടിലും ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പാമ്പിനെ പിടിക്കാൻ പോയ സമയത്ത് കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിൽ പഴയ സാമഗ്രികൾ പഴയ സാധനങ്ങൾ വാരി അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുവഴി അവിടെയൊക്കെ വന്നിരുന്നിട്ട് അവയ്ക്ക് കട്ടിലേക്ക് കയറാൻ, ഇപ്പോൾ ഈ കുഞ്ഞു മക്കൾ കിടന്ന് ഈ മോൻ്റെ വിയോഗം നടന്ന സംഭവത്ത് ആ കട്ടിലേക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കയറാനും അതുവഴി ആ മറ്റേ അടിയിലോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക പില്ലയുടെ അടിയിലൊക്കെ ഇരുന്നിട്ട് അവർ കിടക്കുമ്പോൾ വേദനയൊക്കെ എടുക്കുമ്പോൾ സൈഡിൽ കൂടെ കടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. പിന്നെ ജനലുകൾ നമ്മൾ ഭിത്തിയോട് ചേർന്ന് ജനലിനോട് ചേർന്ന് കട്ടിൽ ഇട്ട് കിടക്കുന്നത് ഒരു അപകടമാണ്. നമ്മുടെ പത്തനാപുരത്ത് ഒരു മോള് മരണപ്പെട്ടത് തറയിൽ ചോരോട് ചേർന്ന് കിടന്നു, ചൂട് സമയത്ത് ചോരോട് ചേർന്ന് കിടക്കുന്ന സമയത്താണ് 4 കുട്ടികൾ കിടന്നതിൽ ആ ചേർന്ന് കിടന്ന കുട്ടിക്കാണ് കടിയേറ്റിട്ട് ആ മോള് മരണപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ ചൂട് സമയത്ത് മാത്രമല്ല പാമ്പുകൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. ഇപ്പോൾ അറിയാം, നമ്മുടെ കേരളത്തിൽ പരക്കെ എല്ലാവരും പാമ്പിനെ പിടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊന്നും ഒരിക്കലും ചൂട് സമയത്ത് മാത്രം, മഴ സമയത്ത് പാമ്പിനെ പിടിക്കുന്നു, ചൂടും മഴയൊക്കെ കുറഞ്ഞ സമയത്ത് പാമ്പിനെ പിടിക്കുന്നു. ഇപ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട മലയാളികളോട് അല്ലെങ്കിൽ നാട്ടുകാരോട് പറയാനുള്ളത്, ഇപ്പോൾ ഇന്ന് ഈ കുഞ്ഞു മക്കളുടെ വിയോഗം കണ്ടിട്ട് ഒരുപാട് കോളുകൾ, എനിക്ക് തോന്നുന്നു കാസർഗോഡ് പോലെ പാറശാല വരെ ഒരുപാട് കോളുകൾ ആൾക്കാർ പേടിച്ചിട്ട് വിളിക്കുന്നത്. ഇപ്പോൾ വെള്ളി വരെ എന്നറിയപ്പെടുന്ന ചുവർ പാമ്പിൻ്റെ ഫോട്ടോ ഇട്ടിട്ട് ഇതല്ലേ ശംഖുവരനൊക്കെ ചോദിച്ചുകൊണ്ട് വിളിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരോടും എൻ്റെ പ്രിയപ്പെട്ട ചെടിയെ സ്നേഹിക്കുന്നവരോടും അല്ലെങ്കിൽ താമരയൊക്കെ വളർത്തുന്നവരോടും അല്ലെങ്കിൽ മൃഗങ്ങളെ സ്നേഹിച്ച് പറമ്പിൽ വീട്ടിൻ്റെ മുറ്റത്തും ചുവരിലൊക്കെ വെള്ളം വെച്ച് കൊടുക്കുന്നവരുടെ ഒരു കാര്യം പറയണം, പാമ്പുകൾക്ക് ചൂട് കൂടുമ്പോൾ വെള്ളം അനിവാര്യമാണ്, കുടിക്കാൻ ആവശ്യമാണ്. മുട്ടയിട്ട് വരും. ഇപ്പോൾ നമുക്കറിയാം നവംബർ ഡിസംബർ ജനുവരി പാമ്പുകൾ ഇണചേർന്ന് ജനുവരി തൊട്ട് ഫെബ്രുവരി മാർച്ച് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളെയൊക്കെ പുറത്ത് പോയതിനു ശേഷം ഇപ്പോൾ തള്ളപ്പാമ്പുകൾ ഭക്ഷണം തേടിയും വെള്ളം കുടിക്കാനൊക്കെ പോകുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ പരിസരത്ത് നമ്മൾ താമര പോലുള്ള ചെടികൾ വെച്ച് അതിൽ ചെറിയ ഫിഷ് ടാങ്കുകൾ തറയിൽ വെച്ചിട്ട് അവിടെ ഒക്കെ വെള്ളം വെക്കുന്നത് കുറച്ച് കാലത്തേക്ക് നിങ്ങളൊന്ന് ഒഴിവാക്കണം. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ അതുപോലെ താഴെ ചെടിക്ക് ഈ പക്ഷികൾക്ക് വെള്ളം വെക്കുന്നത് പൊക്കത്തിൽ മതിലിൻ്റെ മുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പാമ്പിൻ്റെ സാന്നിധ്യം കുറയ്ക്കാൻ പറ്റും. അതിൽ നമ്മുടെ കോമ്പൗണ്ടിൽ വീഴുന്ന വേസ്റ്റ് വെള്ളം, നമ്മൾ പറയാം കുളിമുറിയിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ട്, അതൊക്കെ ഒരു പാത്രത്തിൽ ശേഖരിച്ച് അടുത്ത വേക്കൻ്റായി കിടക്കുന്ന പറമ്പിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഇവയുടെ സാന്നിധ്യം നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ സാറ് പറഞ്ഞ പോലെ നമ്മുടെ ഫുഡ് വേസ്റ്റ്, ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് നമ്മുടെ കോമ്പൗണ്ടിൽ ഇടുമ്പോൾ അത് നമുക്ക് അടുത്ത പറമ്പിൽ നിന്ന് എലി നമ്മുടെ പറമ്പിലേക്ക് വരാനും അവിടെ ഫുഡ് കിട്ടുമ്പോൾ ആ ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് ഫുഡ് കഴിച്ചതിന് ശേഷം അവിടെ തന്നെ മാളം ഉണ്ടാക്കി അവിടെ വസിക്കാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം, കരുതലെടുക്കണമെന്നാണ് ഞാൻ ഡോക്ടർ റോഷ്നി. ഇവിടെ ഇപ്പോൾ ഈ പാമ്പ് ഈ പറയുന്ന പോലെ ഇതെവിടെ എപ്പോൾ വരും? എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. 2ാം നിലയിൽ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിലുള്ള ചെടിക്കകത്ത് ഒരു ചേര, നല്ല 1ാം തരം വലിയൊരു ചേര, അതെങ്ങനെ വന്നു വെച്ചാൽ ഒരു പിടിയില്ല.
നമ്മൾ നേരത്തെ വാർത്ത വായിച്ചാണ്, വേറൊരു വീടിൻ്റെ AC കകത്തുനിന്ന് പാമ്പിനെ പിടിച്ച വാർത്ത നമ്മൾ വായിച്ചാണ്. അതുകൊണ്ട് ഇതെവിടെ എങ്ങനെ കയറുന്നു എന്ന് ഇപ്പോഴും പിടിച്ചത്. പക്ഷേ ഇവിടെ ഈ തൃശ്ശൂർ സംഭവിച്ചത് എന്താണ്? തൃശ്ശൂർ സംഭവിച്ചത് ഈ കുഞ്ഞിനെ ഈ പാമ്പ് കടിച്ചു എന്ന കാര്യം അവർ സ്വപ്നേബി വിചാരിച്ചില്ല. ഗ്യാസ്ട്രിക് പ്രശ്നത്തിൻ്റെ പ്രശ്നമാണെന്ന് കരുതി കുഞ്ഞിടക്ക് രാത്രി വയറുവേദന എടുത്ത് തുടർന്നു. വന്നപ്പോഴത്തേക്കും അമ്മ ഈ ജീരവെള്ളം ഉണ്ടാക്കി കൊടുത്തു. അത് കുടിച്ചിട്ട് പിന്നെയും കിടന്നു. പിന്നെ ഈ ആൾജോയുടെ വായിൽ കൂടെ നുര വരുമ്പോഴാണ് പ്രശ്നം എന്തോ ആണെന്ന് മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് ബൈക്കിൽ കയറ്റിയിട്ട് രണ്ടുപേരെയും ആശുപത്രിയിൽ കൊണ്ടുപോയി, ഇടയ്ക്ക് ആംബുലൻസിൽ കയറി കൊണ്ടുപോയി. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതിൽ സംഭവിച്ചത് എന്താണ്? അതിൽ സംഭവിച്ചത് ഈ പാമ്പ് കടിച്ചതാണെന്നൊരു സ്വപ്നത്തിൽ കരുതിയിരുന്നില്ല. അപ്പോൾ അതെങ്ങനെയാണ് അറിയുക? അതും ഈ ഗ്യാസ്ട്രിക് പ്രശ്നം തമ്മിൽ എങ്ങനെയാണ് തിരിച്ചറിയുക? പാമ്പ് കടിച്ചുള്ള മരണം നമ്മൾ മുൻപൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട് എങ്കിലും അതിലെല്ലാം ഉപരി ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നിയൊരു സംഭവമായിരുന്നു ഇന്നലെ ഉണ്ടായത്. കുഞ്ഞിൻ്റെ മരണം അത് ശരിക്കും ഒരു സ്നേക്ക് റെസ്ക്യൂവർ എന്നതിലുപരി ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ അത് ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നിയൊരു സംഭവമായിരുന്നു. അത് അറിഞ്ഞപ്പോൾ മുതൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ശരിക്കും. അപ്പോൾ ഒരാൾ അതിനേക്കാളും സീരിയസ് ആയിട്ട് കിടക്കുന്നു എന്നറിയുന്നു. ആ കുഞ്ഞ് എത്രയും പെട്ടെന്ന് സുഖമായിട്ട് വരണേ എന്ന് ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാണ്. കാരണം നമ്മളെല്ലാവരും ഈ സ്നേക്കിനെ റെസ്ക്യൂ ചെയ്യുന്ന എല്ലാ ആൾക്കാരും നമ്മളെല്ലാവരും ഒരു പാമ്പിനെ മാത്രം രക്ഷിക്കുകയല്ല ചെയ്യുന്നത്, നമ്മളൊരു മനുഷ്യൻ്റെ ജീവനെ കൂടി രക്ഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാമ്പ് കടിയേറ്റുള്ള മരണം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ വനം വകുപ്പിൻ്റെയും സർപ്പയുടെയും ഒക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ രാത്രിയും പകലും ഇല്ലാതെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. പക്ഷേ പാമ്പുകൾ ഇപ്പോൾ സാറ് പറഞ്ഞു, വാവാ സുരേഷ് പറഞ്ഞു, ഇവരെല്ലാം എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചൂട് കൂടുതലാണ്, അപ്പോൾ വീടിനുള്ളിലേക്ക് കയറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ കുഞ്ഞിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരിക്കലും തലേണയുടെ അടിയിൽ നിന്ന് കിട്ടും അല്ലെങ്കിൽ പാമ്പുണ്ടാവും എന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഞാനും കട്ടിലിൽ മെത്തയുടെ അടിയിൽ നിന്ന് അണലി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് റെസ്ക്യൂവേഴ്സ് നമുക്കിപ്പോൾ ഒരുപാട് വീടിനുള്ളിൽ നിന്ന് യൂറോപ്യൻ ക്ലോസറ്റിൻ്റെയൊക്കെ ഉള്ളിൽ നിന്ന് എടുക്കുന്നുണ്ട്. വാഷിംഗ് മെഷീന്, ഫ്രിഡ്ജിൽ ഒക്കെ ഇരുന്ന് പാമ്പിനെ നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നുണ്ട്. അടുത്തിടെയാണ് 5 പാമ്പുകളെ AC-ക്കുള്ളിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലെ പാമ്പുകൾ ഉറപ്പായിട്ടും ഉള്ളിൽ കയറി വരുന്നത് പലരും ചോദിക്കാറുണ്ട്, ടൈൽസിൽ കൂടി ഇഴയാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലേ, ഇഴയൂലല്ലോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഒരു പ്രശ്നമല്ല, അതിൻ്റെ ബോഡി വളരെ സ്മൂത്താണ്. അപ്പോൾ ടൈൽസിൽ കൂടി അത് ചിലപ്പോൾ വിചാരിക്കുന്ന രീതിയിൽ ഭംഗിയായിട്ട് ചിലപ്പോൾ ഇഴയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും അല്ലാതെ അതിന് ഇഴയുന്നതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. അത് നന്നായിട്ട് തന്നെ സഞ്ചരിക്കാറുണ്ട്. പിന്നെ ഒരു ഗ്രിപ്പ് കിട്ടുന്ന ഭാഗങ്ങളിലെല്ലാം കയറാറുണ്ട്. ഇപ്പോൾ ഫ്ലാറ്റിൽ കയറൂല എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഫ്ലാറ്റിലൊക്കെ മുകളിലത്തെ നിലയിലൊക്കെ ചോര് വഴിയും അല്ലെങ്കിൽ പുറത്തുള്ള പൈപ്പ് ലൈൻ വഴിയൊക്കെ അത് വാല് വെച്ച് ഹോൾഡ് ചെയ്തൊക്കെ സുഖമായിട്ട് പാമ്പ് കയറാറുണ്ട്. മരത്തിൽ കയറാറുണ്ട്. മരത്തിൽ കയറൂല എന്ന് പറയാറുണ്ട്. പക്ഷേ മരത്തിലുമൊക്കെ എല്ലാ മുറുക്കം പാമ്പും ചേരയും ഒക്കെ നല്ല ഭംഗിയായിട്ട്, പൈത്തൺ ഉൾപ്പെടെ, മലമ്പാമ്പ് ഉൾപ്പെടെ മരത്തിൻ്റെ വളരെ ഉയരങ്ങളിൽ നമ്മൾ എറണാകുളത്തും കണ്ടതാണ്, സുഖമായിട്ട് കയറിപ്പോകാൻ കഴിയുന്ന പാമ്പുകളാണ്. അപ്പോൾ അത്തരത്തിൽ ശരിക്കും പാമ്പുകൾക്ക് വീടിനുള്ളിലേക്ക് കയറി വരാൻ എവിടെയെങ്കിലും ഒരു ചെറിയ ഗ്യാപ്പ് മാത്രം മതി. അത് അവരുടെ സുരക്ഷയാണ് അവർ നോക്കുന്നത്. ചൂടുകൂടുള്ള സ്ഥലങ്ങളിൽ വന്നിരുന്ന് ഇരിക്കുക എന്നുള്ളത് അവരുടെ സുരക്ഷയ്ക്ക് ശ്രീ ബാബാ സുരേഷ് പറഞ്ഞതുപോലെ ഇപ്പൊ ബാത്റൂമിന്റെ ഓവുചാലുകൾ പുറത്തേക്കുണ്ടാവും, അത് പുറത്തേക്കായിരിക്കുമല്ലോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അകത്ത് കയറാൻ പറ്റുന്നെങ്കിൽ സുഖമായി കഴിഞ്ഞ് കയറാത്ത വരാം അല്ലേ? ഉറപ്പായിട്ടും. കാരണം ബാത്റൂമിന്റെ ആയാലും നമ്മുടെ അടുക്കളയുടെ ആയാലും പോകുന്ന ആ ഒരു പൈപ്പിന്റെ നെക്സ്റ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അടുത്ത പറമ്പിലായിരിക്കും. സിറ്റിയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ റോഡ് സൈഡിലുള്ള ഓടയിലോ മറ്റോ ആയിരിക്കും അതിൻ്റെ നെക്സ്റ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കൂടി അത് സുഖമായിട്ട് അതിന് ഉള്ളിലേക്ക് കയറി വരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവർ ബാത്റൂമിലൊക്കെ കയറി എന്ന് പറയുമ്പോൾ ഇവരെങ്ങനെ വന്നു, വെന്റിലേറ്റർ വഴി വന്നു, എങ്ങനെ വന്നു എന്ന് ഇവർക്ക് ധാരണ ഉണ്ടാവില്ല. പക്ഷേ ഇതുവഴിയായിരിക്കും ചിലപ്പോൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് വെള്ളം മാത്രം പോകാൻ കണക്കായിട്ട് ഒരു നെറ്റ് വല്ലതും വെച്ചിട്ട് ക്ലോസ് ചെയ്യുവാണെങ്കിൽ അതുവഴിയുള്ള പാമ്പിൻ്റെ സഞ്ചാരം തടയാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ഞാൻ ഡോക്ടർ സണ്ണി പ്യോരത്തിൽ ഇവിടെ എനിക്ക് തോന്നുന്നു ഏറിയ പങ്കും ഈ പാമ്പ് കടി മരണത്തിന് കാരണമാകുന്ന ചികിത്സ നൽകുന്നതിൽ വരുന്ന കാലതാമസം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഈ തൃശ്ശൂരിൽ ആൾജോയുടെ സഹോദരനും, ആൾജോ മരിച്ചു ദൗർഭാഗ്യവശാൽ, അവൻ്റെ കാലിനാണ് കടിയേറ്റതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ആൾജോയുടെ ജ്യേഷ്ഠന് കഴുത്ത് ഭാഗത്തെവിടെയാണ് കടിയെന്നാണ് അറിയുന്നത്. ആദ്യഘട്ടത്തിൽ ആരോഗ്യനില അങ്ങേറ്റം മോശമായിരുന്നു, ഇപ്പോൾ കണ്ണു തുറന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കാര്യത്തിൽ ഒരു സേഫ് സോണിലേക്ക് ഒരു അപകടനില തരണം ചെയ്തു എന്ന് പറയാറായോ?
എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നതല്ലേ അങ്ങക്ക് പറയാനുള്ള ആദ്യ പ്രതിവിധി? തീർച്ചയായിട്ടും. അതായത് നമ്മളതിന് പറയുന്നത് ബൈ ടു നീഡിൽ എന്നാണ് പറയുന്നത്. ബൈ ടു നീഡിൽ ടൈം അത് 4 മണിക്കൂറിൽ താഴെ ആയിരിക്കണമെന്നാണ് പറയുന്നത്. 4 മണിക്കൂർ എന്ന് പറയുന്നത് തന്നെ വളരെ കൂടിയൊരു സമയമാണ്. എത്രയും പെട്ടെന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഒരു വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആശുപത്രികളിലും ഇതിന് വേണ്ടുന്നതായിട്ടുള്ള മരുന്നുകൾ. പക്ഷേ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് നമ്മുടെ സർക്കാർ താലൂക്ക് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും എല്ലാം ഇത് വാക്സിൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ചികിത്സ നൽകുന്നതാണ്. പിന്നെ മിക്കവാറും പ്രധാനപ്പെട്ട എല്ലാ സ്വകാര്യ ആശുപത്രികളിലും ഇതിന് വേണ്ടുന്നതായിട്ടുള്ള ആൻറ്റിവെനംസ് ഉണ്ട്. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്ര പാമ്പുണ്ട് എന്ന് പറഞ്ഞാലും പാമ്പ് കടിയേറ്റ് ചികിത്സ ലഭിക്കുവാൻ വേണ്ടുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൻപുറത്തെ ആശുപത്രികളിൽ പോലും ഉള്ള സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് ഒരു രോഗിയെ പാമ്പിൻ്റെ കടിയേറ്റുമെന്ന് കണ്ടു കഴിഞ്ഞാൽ മറ്റൊന്നും നോക്കരുത്, നടത്തിക്കൊണ്ട് പോകരുത്. സാധിക്കുമെങ്കിൽ എടുത്തുകൊണ്ട് പോകുക, ഇല്ലെങ്കിൽ കാറിൽ കയറ്റിയിട്ട് അടുത്ത ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രഥമ കർത്തവ്യം. ബാക്കി കാര്യങ്ങൾ ആശുപത്രിയിൽ ചെന്നതിന് ശേഷം ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് ഡോക്ടർമാർ നൽകുന്നതാണ്. അല്ല ഡോക്ടർ, ഈ ഒറ്റമൂലി എന്ന പരിപാടിയൊന്നും വേണ്ട എന്ന് തന്നെയല്ലേ? ഇത് ആൻറ്റിവെനം തന്നെയാണ് ഇതിനുള്ള മരുന്ന്. തീർച്ചയായിട്ടും ഒറ്റമൂലികൾ വേണ്ട എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഒറ്റമൂലികൾ വേണ്ട എന്നുള്ളത് മാത്രമല്ല, മുൻകാലങ്ങളിൽ ചെയ്തിരുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പാമ്പ് കടിയേറ്റ ഭാഗത്ത് അതിന് തൊട്ട് മുകളിലായിട്ട് തുണി കൊണ്ടോ അല്ലെങ്കിൽ കയർ കൊണ്ടോ ഒക്കെ വരിഞ്ഞു മുറുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് വളരെ അപകടമാണ്. കാരണം അതിൻ്റെ അകത്തുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് കടിയേറ്റ് പാമ്പിൻ്റെ വെലം മിക്കവാറും രക്തത്തിൽ കൂടെ കലർന്ന് മുകളിലേക്ക് പോയി കാണും. പക്ഷെ നമ്മളിതിങ്ങനെ ടൈറ്റായിട്ട് കെട്ടുമ്പോഴേക്കും അങ്ങോട്ടേക്കുള്ള രക്തഓട്ടം കുറഞ്ഞിട്ട് ആ ഭാഗം തന്നെ രക്തഓട്ടം നിലച്ച് മറ്റ് അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒറ്റമൂലി പ്രയോഗം പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്നത്, പാമ്പ് കടിയേറ്റ് പാമ്പ് കടിച്ചുവെന്ന് തോന്നുന്ന ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം വാർത്ത് കളയുന്നൊരു സമ്പ്രദായമാണ്. അതും തികച്ചും അപകടമാണ്. ഈ പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാൽ അതിന് ആൻറ്റി സ്നേക്ക് വെനം നൽകുക എന്നുള്ളതല്ലാതെ മറ്റ് യാതൊരുവിധ ഒറ്റമൂലികളും അതിന് സാധ്യമല്ല എന്നുള്ള കാര്യം ഞാൻ തറപ്പിച്ച് പറയുകയാണ്. ഡോക്ടർ, ഒറ്റ കാര്യം കൂടി, ഈ ഞാൻ നേരത്തെ റോഷനോട് ചോദിച്ചിരുന്നു ആ കാര്യം. ഇതൊരു ഇഞ്ചക്ഷൻ എടുക്കുന്ന ഒരു സിറിഞ്ചിൻ്റെ നീഡിലിനേക്കാൾ ചെറിയ സ്നേക്ക് ബൈറ്റ് ആയിരുന്നു ഈ കുഞ്ഞിൻ്റെ കാലിൽ എന്നാണ് പറയപ്പെടുന്നത്. ഇതെങ്ങനെ ഇത് ഒറ്റനോട്ടത്തിൽ ഇപ്പോൾ അത് ഈ പറയുന്ന ശംഖുവരൻ എന്ന പാമ്പിന് മാത്രമാണോ അത് ഉണ്ടാവുക? മനസ്സിലാവുന്നില്ലെങ്കിൽ എന്താണ് ചെയ്യാൻ കഴിയുക? അതിൻ്റെ ലക്ഷണങ്ങൾ ഗ്യാസ്ട്രിക് ലക്ഷണങ്ങളാണെങ്കിൽ ഡോക്ടർ സണ്ണി പി വരത്തേൽ. ശംഖുവരൻ പാമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കടിച്ചു കഴിഞ്ഞാൽ കടിച്ച പാടുകൾ കാണണമെന്ന് നിർബന്ധമില്ല. ആ പാടുകൾ കാണണമെന്ന് നിർബന്ധമില്ല എന്ന് മാത്രമല്ല, കടിച്ചതിന് ചുറ്റിലും നീർവീഴ്ചയോ മറ്റ് ലക്ഷണങ്ങളോ ഒന്നും കാണുകയില്ല. ഒരുപക്ഷെ അണലിയോ അല്ലെങ്കിൽ കടിച്ചോടത്ത് നല്ല ഒരു ബൈറ്റ് മാർക്ക് കാണും. പ്രത്യേകിച്ചും മൂർഖൻ പാമ്പിന് കടിച്ചെടുത്ത ബൈറ്റ് മാർക്ക് കാണും. അതിന് ചുറ്റിലും നീർക്കെട്ടലുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ അണലിയുടെ ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കണ്ണിൻ്റെ നേത്രപടലങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ മൂക്കിൽ കൂടി രക്തം വരിക, അല്ലെങ്കിൽ ശരീരത്തിൽ തന്നെ പല ഭാഗത്തും രക്തം പൊടിയുക, പല്ലുകളുടെ ഇടയിൽ കൂടി രക്തം വരിക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് അണലിയുടെ ഒരു പ്രത്യേകതയാണ്. രക്തം പൊടിയുക എന്നുള്ളത്, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും രക്തം പൊടിയുക, ഈവൻ ചർമ്മത്തിൽ തന്നെ രക്തം പൊടിയുക എന്നുള്ളത് അണലിയുടെ ഒരു അണലി വിഷം കൊണ്ട് ഉണ്ടാകുന്നൊരു സംഭവമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അണലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കിഡ്നിയെ ബാധിക്കുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ കിഡ്നിയെ ബാധിക്കുന്നത്. അപ്പോൾ കിഡ്നിയെ ബാധിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്ക് നമ്മുടെ മൂത്രത്തിൽ കൂടി രക്തം പോവുക, അല്ലെങ്കിൽ രക്തനിറത്തിൽ മൂത്രം പോവുക, ഒരുപക്ഷെ കടും നിറത്തിൽ വരെ മൂത്രം പോകുന്നതായിട്ടുള്ള ഒരു സ്ഥിതി ഉണ്ടാകും. അതും ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ ഡോക്ടർമാർ പരിശോധിക്കുമ്പോൾ അവർക്ക് മാത്രം മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. കയ്യിലാണ് കടിച്ചതെങ്കിൽ നമ്മുടെ കക്ഷത്തിലെ കഴലുകൾ പെട്ടെന്ന് തന്നെ വരും. അതുപോലെ കാലിലാണ് കടിച്ചതെങ്കിൽ ഒടുകിലെ കഴലുകൾ വരും. ഇതും അണലി പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രോഗലക്ഷണമാണ്. മൂർഖൻ പാമ്പിനാണെന്നുണ്ടെങ്കിൽ ഈ കണ്ണിൻ്റെ നമ്മുടെ അപ്പർ ലിഡ്സ്, അതായത് കൺപോളകൾ താഴേക്ക് ഇങ്ങനെ ഉറക്കം വന്ന പോലെ ഇങ്ങനെ തൊഴുത്തേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മുഖത്തെ പേശികൾക്കൊക്കെ ബലക്ഷയം സംഭവിക്കുന്നതായിട്ട് കാണും. നാവ് കുഴയുന്ന പോലെ തോന്നും. കഴുത്ത് താഴത്തേക്ക് ഇങ്ങനെ നമ്മൾ ഈ ഉറങ്ങുമ്പം താഴത്തേക്ക് പോകുന്ന പോലെ കഴുത്ത് മടങ്ങി പോകുന്നത്. അതുപോലെ തന്നെ ബോധക്ഷയം ഉണ്ടാകുക. ഇതെല്ലാം മൂർഖൻ പാമ്പ് കടിച്ചാലുണ്ടാകുന്നതായിട്ടുള്ള ലക്ഷണങ്ങളാണ്. സാധാരണയായിട്ട് പറയപ്പെടുന്ന ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ക്ലിനിക്കലായിട്ടും കണ്ടിട്ടുള്ളത്. ഓക്കെ. മുഹമ്മദ് അൻവർ, അസാധാരണമായ ചൂടുകാലമാണ്. ഇപ്പോൾ ജനലൊക്കെ തുറന്നിടാതെ അല്ലെങ്കിൽ AC ഇല്ലാത്ത വീടുകളൊക്കെ ആണെങ്കിൽ ജനൽ തുറന്നിടാതെ കിടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട്. ജനൽ തുറന്നിട്ടാൽ പാമ്പ് പേടി കാരണം ഇപ്പോൾ
തുറന്നിടാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ നേരത്തെ ശ്രീ സുരേഷ് പറഞ്ഞതുപോലെ ഈ മണ്ണെണ്ണ ഒഴിക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് നമ്മുടെ കമന്റ് ബോക്സിൽ ഒരാൾ ചോദിച്ചിരുന്നു ഈ എന്താ വെളുത്തുള്ളി ചതച്ചിടാൻ പറ്റുമോ എന്ന് ചോദിച്ചായിരുന്നു. അതുപോലെ ഈ എന്താണ് ഇപ്പോൾ ഒരു കാർബോറോഫിനോൾ എന്ന് പറയുന്ന സംഗതി, ന്യൂആൻസ് അൾട്രാസോണിക് വേവ് സോളാർ സ്നേക്ക് റിപ്പലർ എന്ന് പറഞ്ഞ എന്തോ തരംഗങ്ങൾ കൂടി പാമ്പ് വരുന്നത് നിയന്ത്രിക്കുന്ന പരിപാടി, സ്നേക്ക് ഷീൽഡ് സ്നേക്ക് റിപ്പലന്റ്, നോൺ ടോക്സിക് സ്നേക്ക് റിപ്പലന്റ് പൗഡർ എന്നൊക്കെ പറഞ്ഞ് ഈ ഓൺലൈൻ സൈറ്റുകളിൽ 100 കണക്കിന് പ്രൊഡക്റ്റുകളുണ്ട് പാമ്പിനെ ഓടിക്കാൻ. അല്ല, കഥയുള്ളതാണോ ശ്രീ മുഹമ്മദ് അൻവർ? വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ചില സംഗതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു, അതോടൊപ്പം ഗന്ധം കൂടി മനസ്സിലാക്കുന്നു. ഈ ഒരു കഴിവ് പാമ്പുകൾക്കില്ല എന്നുള്ളതാണ്. പാമ്പുകൾ മൂക്ക് ഉപയോഗിക്കുന്നത് ശ്വാസം എടുക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ചുറ്റുമുള്ള വസ്തുക്കളുടെ ഗന്ധം പാമ്പുകൾക്ക് മൂക്കിലൂടെ മനസ്സിലാകില്ല. മാത്രമല്ല, പാമ്പ് ഇടയ്ക്കിടയ്ക്ക് നാവ് പുറത്തേക്കിട്ട് ഇങ്ങനെ ടങ് ഫ്ലിക്കിങ് ചെയ്യുന്നത് കാണാം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരജീവികളുടെ സാന്നിധ്യം, അതായത് ഇരജീവികളിൽ നിന്നുള്ള മോളിക്യൂൾസ് അന്തരീക്ഷത്തിൽ പടർന്നത് ഈ ടങ് ഫ്ലിക്കിങ്ങിലൂടെ അത് പിടിച്ചെടുക്കുകയും അത് നാവുള്ളിലേക്ക് വലിച്ചിട്ട് അതിൻ്റെ തലച്ചോറിന് മുൻവശത്തുള്ള ജേക്കബ്സൺസ് ഓർഗൻ എന്ന് പറയുന്ന ഒരു ഓർഗനിലേക്ക് കണക്ട് ചെയ്തിട്ട് അത് ആ മോളിക്യൂൾസ് ഡീകോഡ് ചെയ്തിട്ടാണ് അത് ചുറ്റുമുള്ള ഇരജീവികളുടെയൊക്കെ സാന്നിധ്യം മനസ്സിലാക്കുന്നത്. ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് തന്നെ വെളുത്തുള്ളി ചതച്ചിട്ടാലോ അല്ലെങ്കിൽ മണ്ണെണ്ണ തളിച്ചാലോ ഇത്തരത്തിലുള്ള എന്തെങ്കിലും രാസവസ്തുക്കൾ തളിച്ചാലോ പാമ്പുകൾക്ക് അതിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി ആ സ്ഥലത്തുനിന്നും പിന്നെ ചില ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ പാമ്പ് വരില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതായത് പല ഇനത്തിൽപ്പെട്ട തുളസി, കൃഷ്ണ തുളസിയോ രാമ തുളസിയോ കർപ്പൂര തുളസിയോ അത്തരത്തിലുള്ള തുളസി ചെടികൾ, അണലി വേഗം, സർപ്പഗന്ധ പോലുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ആ പാമ്പ് ആ പ്രദേശത്തേക്ക് പരിസരത്തേക്ക് പാമ്പുകൾ വരില്ല എന്ന് പൊതുജനങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്. അതും തെറ്റാണ്. അത്തരം ചെടികളുടെ സാന്നിധ്യമൊക്കെ മനസ്സിലാക്കിയിട്ട് ആ സ്ഥലത്തേക്ക് അത് മനസ്സിലാക്കിയിട്ട് വരാതിരിക്കാനുള്ള ഒരു ബയോളജിക്കൽ സംവിധാനങ്ങൾ പാമ്പുകൾക്കില്ല എന്നുള്ളതാണ്. പിന്നെ പല പ്രോഡക്ട്സ്, ഇത്തരത്തിലുള്ള പല പ്രോഡക്ട്സും വരുന്നുണ്ട്. മണം കൊണ്ട് പാമ്പിനെ അകറ്റുന്നത് അല്ലെങ്കിൽ മറ്റു തരത്തിൽ പാമ്പിനെ അകറ്റുന്നത്. പിന്നെ അതായത് കാർഷിക വൃത്തിയിലൊക്കെ ഏർപ്പെടുന്ന കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ചില പ്രോഡക്ട്സ് ഇങ്ങനെ ഓൺലൈൻ മാർക്കറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് ആ പ്രോഡക്റ്റ് കൃഷിയിടത്ത് കൊണ്ടുവന്ന് ഓണാക്കി സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇനോഡബിൾ ഫ്രീക്വൻസിയിലുള്ള ശബ്ദതരംഗങ്ങൾ അതിൽ നിന്ന് പുറപ്പെടുകയും ആ ശബ്ദതരംഗങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കിയിട്ട് പാമ്പ് ആ പരിസരം ഉപേക്ഷിച്ചും അല്ലെങ്കിൽ അവിടെ നിന്ന് ഒഴിവായി ദൂരേക്ക് പോകും എന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. അതും പാമ്പുകളുടെ ഒരു അടിസ്ഥാനപരമായ ബയോളജി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് അടിസ്ഥാനരഹിതമാണ് എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത് പാമ്പുകൾക്ക് എക്സ്റ്റേണൽ ഇയേഴ്സും ഇല്ല, ഇയർ ഡ്രംസും ഇല്ല. അതായത് ബാഹ്യകർണങ്ങളില്ല, കർണപുടങ്ങളില്ല. അന്തരീക്ഷത്തിലൂടെയുള്ള ഈ ഓഡിബിളോ ഇനോഡിബിളോ ആയിട്ടുള്ള ഫ്രീക്വൻസിയിലുള്ള ശബ്ദതരംഗങ്ങൾ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വളരെ വളരെ കുറവാണ്. അപ്പോൾ ഓഡിബിൾ അല്ലെങ്കിൽ ഇനോഡിബിൾ ഫ്രീക്വൻസിയിലുള്ള ശബ്ദതരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ഏതെങ്കിലും ഉപകരണം കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന കർഷകർ കൃഷിയിടത്തിൽ കൊണ്ട് കുത്തി നിർത്തിയോ സ്ഥാപിച്ചിട്ടോ അത് ഓണാക്കിയിട്ട് അവിടേക്ക് പാമ്പ് വരില്ല എന്നുള്ളൊരു ഉറപ്പിലും വിശ്വാസത്തിലും അവിടെ നിന്ന് പണി ചെയ്യുന്നത് വളരെ അപകടകരമാണ്. അത്തരത്തിലുള്ള സ്നേക്ക് റിപ്പല്ലൻസ് എന്ന് പറയുന്ന കെമിക്കൽസോ അല്ലെങ്കിൽ മെക്കാനിക്കലോ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒന്നും ഇതുവരെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട അത്തരത്തിലുള്ള പ്രോഡക്ട്സ് ഒന്നുമില്ല. പാമ്പുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാട് പിടിച്ച് കിടക്കുന്ന ഒളിയിടങ്ങളോ അല്ലെങ്കിൽ പാമ്പുകളെ ആകർഷിക്കുന്ന ഇരജീവികളുടെ സാന്നിധ്യമോ ഇതൊക്കെ നമ്മുടെ പരിസരത്ത് നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് സുരക്ഷിതമായി പാമ്പുകളോടൊപ്പം സഹവസിക്കാൻ. എത്രത്തോളം നമ്മൾ ശ്രദ്ധിച്ചാൽ പോലും പാമ്പുകൾ അവയുടെ സാന്നിധ്യം നമ്മളെ അറിയിക്കാതെ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് എന്നുള്ളതാണ്. വനത്തിനുള്ളിലൊക്കെ പാമ്പുകൾ ഉള്ളതിനേക്കാൾ കൂടുതൽ മാർക്കറ്റ് ഏരിയാസിലും അതുപോലെ എലികളുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലുമൊക്കെ പാമ്പുകൾ ധാരാളം ഉണ്ടാകും. പണ്ടൊക്കെ ആൾക്കാർക്ക് പാമ്പ് കടി ഏൽക്കുന്ന സംഭവങ്ങൾ കൂടുതലും പാലക്കാട് ജില്ലയിലെ കൃഷിയിടങ്ങളിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവസ്ഥ മാറിയിട്ടുണ്ട്. കാരണം പാലക്കാട് നെൽകൃഷിയും അതുപോലുള്ള കാര്യങ്ങൾ, കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ മെക്കാനൈസേഷൻ ആ രംഗത്തേക്ക് വന്നതോടുകൂടി ആൾക്കാർ വയലിൽ ഇറങ്ങി ഉഴുക, അങ്ങനെയുള്ള കൊയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറവ് വന്നിരിക്കുകയും അതിലൂടെ ഇങ്ങനെ കാട് വളർന്നോ അല്ലെങ്കിൽ കൃഷിയിടങ്ങളിലോ ഇറങ്ങിയിട്ട് നിന്ന് പാമ്പ് കടി ഏൽക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ അല്ലെങ്കിൽ കുറഞ്ഞു വരികയും ചെയ്യുന്നുണ്ട്. ഇത് വനംവകുപ്പ് ഇതൊരു പ്രത്യേക മിഷൻ സർപ്പ എന്ന് പറയുന്ന ഒരു മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ പൂർണ്ണമായും അടുത്ത 5 വർഷം കൊണ്ട് പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മിഷനാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം പ്രവൃത്തികളിലോ ജോലികളിലോ ഏർപ്പെടുന്ന ആൾക്കാർക്ക് ഒരു മുൻകരുതൽ നടപടികൾ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ
ഏറ്റവും കൂടുതൽ പാമ്പ് കടിയേൽക്കാൻ സാധ്യതയുള്ള 2 കാറ്റഗറി എന്ന് പറഞ്ഞാൽ, ഒന്ന് കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന കാർഷിക തൊഴിലാളികളാണ്, പിന്നൊന്ന് തൊഴിലുറപ്പ് പോലുള്ള കാട് നീക്കം ചെയ്യൽ അത്തരത്തിലുള്ള ശുദ്ധീകരണ തൊഴിലുകളിൽ ഏർപ്പെടുന്ന തൊഴിലുറപ്പ് ജീവനക്കാരാണ് അല്ലെങ്കിൽ തൊഴിലാളികളാണ്. അപ്പോൾ അവർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ചില മുൻകരുതലുകൾ, സുരക്ഷാ മുൻകരുതലുകൾ അവർ ശീലിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ ഒരു സ്ഥിരമാക്കി കഴിഞ്ഞാൽ വളരെയധികം പാമ്പുകളിൽ നിന്നുള്ള അപകടങ്ങൾ വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ സേഫ്റ്റി ഗ്ലൗ ഉപയോഗിക്കുക എന്നുള്ളതാണ്. 2 ബൂട്ട്സ്, സേഫ്റ്റി ബൂട്ട് ഉപയോഗിക്കുക. വളരെ കുറഞ്ഞ ചിലവിൽ 200-300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം കാടുവെട്ട് പണികളിലൊക്കെ ഏർപ്പെടുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സേഫ്റ്റി ബൂട്ട് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ നീളമുള്ള കാടുവെട്ട് പോലുള്ള പണികളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് പിടി നീളമുള്ള കത്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഒന്ന് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിൽ പാമ്പുകളുടെ സാന്നിധ്യം അറിയാതെ അവിടേക്ക് കൈ എത്തുകയും കയ്യിലേക്ക് ആഞ്ഞു കൊത്തുകയും ഒക്കെ ചെയ്യാനുള്ള, എത്തിക്കടിക്കുകയും ഒക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ഈ സാധാരണ പാമ്പ് കടി ഏൽക്കുന്നത്, ഇത്തരത്തിലുള്ള പണികളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പാമ്പ് കടി ഏൽക്കുന്നത് മുട്ടിന് വളരെ താഴെയായിട്ട് കണങ്കാലിൻ്റെ മേളിലായിട്ടോ അല്ലെങ്കിൽ കാൽപാദത്തിലോ ഒക്കെയാണ്. അപ്പോൾ ഒരു സേഫ്റ്റി ബൂട്ട് കണങ്കാലിന് കുറച്ച് മേളിൽ മുട്ടിന് താഴെയായിട്ട് എത്തുന്ന ഒരു സേഫ്റ്റി ബൂട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രദേശം നമുക്ക് പൂർണ്ണമായിട്ടും സേഫ് ആക്കാൻ സാധിക്കും. പിന്നെ ഈ വെട്ടിയിട്ട കാട് കൈകൊണ്ട് വാരിക്കൊണ്ട് മാറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അപ്പോൾ അത് വെറും കൈകൊണ്ട് വാരിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ ചിലപ്പോൾ കുപ്പിച്ചിലുണ്ടെങ്കിൽ അതിലൂടെ മുറിവേൽക്കാം, ഇൻഫെക്ഷൻ ആകാം, അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമായി മാറാം. ഇനി അതിൽ പാമ്പുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തേളോ കടന്നലോ പോലുള്ള ഏതെങ്കിലും വിഷമുള്ള ചെലന്തിയോ ഏതെങ്കിലും വിഷജീവികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കടിയേൽക്കാനും അതിലൂടെ അപകടം ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ സേഫ്റ്റി ഗ്ലൗ ധരിച്ചിട്ട് വെട്ടിയിട്ട കാട് വാരിക്കൊണ്ട് നീക്കം ചെയ്യുന്നതിലൂടെ സുരക്ഷ അല്ലെങ്കിൽ ആ ഒരു സേഫ്റ്റി ഫാക്ടർ ഒത്തിരി നമുക്ക് എൻഹാൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി കേട്ടപ്പോൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുമ്പോഴേക്ക് ഫെച്ചിൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കുറേ സമയം ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് കുറേ അധികം ആളുകൾ ഈ സമയം ഡൗൺലോഡ് ചെയ്യുന്നുണ്ടായിരിക്കണം, എന്തോ ഒരു യൂസർ പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നുള്ളൂ. കാര്യം അത് അതെനിക്ക് ഫോണിൽ ഡൗൺലോഡായി, അതുകൊണ്ട് ഉപകാരപ്രദമായ ആപ്പാണ് എന്ന് പറഞ്ഞാൽ അതിൽ കയറി കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ആശുപത്രി ഏതാണ്, ആരെ വിളിക്കണം എന്നുള്ള വളരെ കൃത്യമായി ഇപ്പോൾ ഇവിടെ നോക്കുമ്പോഴേക്കും 25 കിലോമീറ്റർ പരിധിയിൽ HPC മെഡിക്കൽ സെൻറ്റർ, അവിടെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, ആരൊക്കെ വിളിക്കണം എന്നുള്ള ഉപകാരപ്രദമായ ആപ്പാണ്. പക്ഷേ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് ഈ ദിവസം, ഇന്നത്തെ മാത്രം പ്രശ്നമാണോ അറിയില്ല, എന്തോ ഉണ്ട്, അത് നോക്കണമെന്നുകൂടി അപേക്ഷിക്കുകയാണ്. ഞാൻ അങ്ങനെ എത്താം. ശ്രീ സുരേഷ്, ഇവിടെ താങ്കൾ നേരത്തെ പറഞ്ഞു പല സ്ഥലങ്ങളിൽ നിന്നും ഇത് ശംഖുവരേനാണോ എന്ന സംശയത്തിൽ പേടിയിൽ ആൾ വിളിക്കുന്ന കാര്യം. ശംഖുവരേനെ അങ്ങനെ നിങ്ങൾ കാര്യമായി ക്യാച്ച് ചെയ്യാറുണ്ടോ? ശംഖുവരേൻ നമ്മുടെ ഈ അണലി, മൂർഖൻ, രാജവെമ്പാല അല്ലെങ്കിൽ ചേരാ നീർക്കുൽ എന്നൊക്കെ പറയുന്ന പോലെ അത്രയും കോമണായ പാമ്പാണോ കേരളത്തിൽ? അതിന് ഞാൻ എടുത്തു ചോദിക്കാനുള്ള കാരണം, അതിൻ്റെ കടി കേൾക്കുന്ന കാര്യം നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ എന്ത് ഭീകരാവസ്ഥയാണത്? നല്ല ഡോക്ടർ ജിയുടെ ബൈറ്റ് കറക്റ്റായിരുന്നു. ഡോക്ടർ ജി പറഞ്ഞ പോലെ ശംഖുവരൻ പാമ്പിൻ്റെ കടി വളരെ ഷാർപ്പായിട്ടുള്ള വളരെ ചെറിയ ബലാണ്. കടിയേറ്റാൽ വേദന ഉണ്ടാവില്ല, അവിടെ നീര് വെക്കത്തില്ല. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുകയില്ല. ഉറക്കത്തിലാണെങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്കത് അറിയാൻ പറ്റില്ല, നമുക്ക് ഇന്ന സ്ഥലത്ത് കടിച്ചു എന്ന്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കൊതു കടിച്ചാൽ പോലും നമ്മൾ രാത്രി അറിയുന്നവരാണ്. ചില സാഹചര്യം നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോയാൽ ശംഖുവരൻ പാമ്പിൻ്റെ കടിയേറ്റാൽ അറിയാൻ പറ്റില്ല. പിന്നെ നമുക്ക് ശംഖുവരൻ പാമ്പിനെ എനിക്ക് തോന്നുന്നു എൻ്റെ ഈ 39 വർഷത്തെ സർവീസിനിടയിൽ ഞാൻ ഏകദേശം 250-300 ശംഖുവരൻ പാമ്പിനെ പിടിച്ചിരിക്കുക. കാരണം ഞാൻ 14 ജില്ലകളിലും പണ്ട് സഞ്ചരിച്ചിരുന്നു. അപ്പോൾ 14 ജില്ലകളിലും സഞ്ചരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ഈ മേഖലയിൽ നിന്നൊക്കെ എനിക്ക് കൂടുതലും ശംഖുവരൻ പാമ്പിനെ കിട്ടിയിട്ടുള്ള കിണറ്റിൽ നിന്നാണ്. കിണറുകളിനകത്ത് പിന്നെ വീട്ടിനകത്ത് നിന്നൊക്കെ അപൂർവം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഈ അടുത്ത കാലത്താണ് എനിക്ക് തോന്നുന്നത് ഒരു ആറ്റിങ്ങൽ ചെറിയൻകീഴ് ഭാഗത്താണ് ഒരു വീട്ടിനകത്ത് നിന്ന് ഇങ്ങനെ ബേസ്മെൻറ്റിൻ്റെ അടിയിൽ കൂടെ 2 ശംഖുവരൻ 2 പേര് ഒരുമിച്ച് ഇങ്ങനെ തല പൊന്തിച്ച് വരികയും, അങ്ങനെ ഞാൻ ആ പൊളിച്ചെടുക്കുന്ന സമയത്ത് ആ ഹോള് വെളിയിലേക്ക് ഉണ്ടായിരുന്നു. 2 പേരെ എനിക്ക് വെളിയിൽ നിന്ന് പിടിക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ കോമൺ ക്രൈറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ രാത്രി മാത്രം സഞ്ചരിക്കുന്നവർ, പകൽ ഒരു കാരണവശാലും ഇവനെ കാണാൻ സാധിക്കില്ല. കിണറ്റിനകത്ത് അകപ്പെട്ടാൽ മാത്രം, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ മാത്രം പകൽ കാണാൻ കഴിയുന്ന ഒരു പാമ്പാണ് ശംഖുവരൻ എന്നറിയപ്പെടുന്ന, ഇന്ത്യൻ കോമൺ ക്രൈറ്റ് എന്നറിയപ്പെടുന്ന, വെള്ളിക്കെട്ടൻ എന്ന് നമ്മൾ പല പേരിൽ, ശംഖുമാല എന്ന് പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റ് മരണം നമുക്ക് സാധാരണ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്, നമുക്ക് ഈ അടുത്ത കാലത്ത് നമ്മുടെ കോരാണിക്കടുത്ത് ഒരു അമ്മ പകൽ നടന്നു പോയ അമ്മയ്ക്ക് അണലിയുടെ കടിയേറ്റ് മരണപ്പെട്ടത് അണലിയുടെ കടിയായിരുന്നു. വളരെ ഭീകരമായിരുന്നു ആ കടി. ഞാൻ നേരിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു, കണ്ടിരുന്നു. കാലൊക്കെ ഭയങ്കരമായിട്ട് നീര് വെച്ച്, കാലെല്ലാം കയറി. എന്തായാലും 7 ദിവസം കഴിഞ്ഞാണ് അമ്മ മരണപ്പെട്ടത്. ഇപ്പം നമുക്ക് 4 ദിവസങ്ങൾക്ക് പിന്നെ കോഴിക്കോട് 2 വയസ്സുള്ളൊരു മോൾക്ക് വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് ഹംബിനോസർ പിറ്റുവയ്പ്പിൻ്റെ കടിയേറ്റ്. 2 ദിവസമല്ല 8 ദിവസങ്ങൾക്ക് പിന്നെ കടിയേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ആ പാമ്പിൻ്റെ ഫോട്ടോ അയച്ചു. അവർ ആ മോൾ ICUയിൽ കിടക്കുന്നതൊക്കെ ഫോട്ടോ, വീഡിയോ അയക്കാൻ പറഞ്ഞ് എല്ലാം അയച്ചു. ഡോക്ടറോട് സംസാരിച്ചു. ആ മോളിപ്പോൾ ഹംബിനോസർ പിറ്റുവയ്പ്പാണെങ്കിൽ പോലും നമുക്ക് കഴിഞ്ഞ 2024-2025 ഏകദേശം 4ഓളം പേര് കേരളത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. കോമൺ ക്രൈറ്റ് നമ്മൾ രാത്രി സഞ്ചാരി ആയതുകൊണ്ട് അധികം കാണാതെ പോകുന്നു. എന്നാൽ നമ്മൾ രാത്രി ഞാൻ പല സ്ഥലത്തും യാത്ര ചെയ്യുന്ന അറിയാമോ?
ഈ അംബുനോസ് യഥാർത്ഥത്തിൽ സാറേ ഈ ആൻറ്റിവനത്തിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഹാഷ്മി സാറേ ഇതിന് യഥാർത്ഥം പറഞ്ഞാൽ ആൻറ്റിവനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അറിയേണ്ടത് നമ്മുടെ കോമൺ ആയിട്ടുള്ള ഒരു ആൻറ്റിവനം മാത്രമേ നമ്മുടെ ഇന്ത്യയിലുള്ളൂ. നമുക്കല്ലാതെ ക്രൈറ്റിന് വേറെ, അല്ലെങ്കിൽ ഹംബിനോസർ പിറ്റ് വൈപ്പറിന് വേറെ, അല്ലെങ്കിൽ മൂർഖന് വേറെ, അണലിക്ക് പറയുന്ന ഒരു മരുന്ന് നമ്മുടെ നാട്ടിലില്ല. നമുക്ക് കോമൺ ആയിട്ടൊരു വേനം മാത്രമേ ഉള്ളൂ. ഈവൻ നമ്മുടെ ഇപ്പം നമുക്ക് ഹർഷാദ് രാജഗോപാല കടിയേറ്റ് മരണപ്പെട്ട സമയത്ത് നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ പാലോട് നമ്മുടെ പ്രിയപ്പെട്ട വനം വകുപ്പിൻ്റെ ഒരു ജീവനക്കാരൻ രാജഗോപാലിൻ്റെ കടിയേറ്റ് ട്രീറ്റ്മെൻറ്റ് ഇരുന്ന സമയത്തും, അതുപോലെ നമ്മുടെ അഞ്ചൽ റേഞ്ചിൽ ഹേമന്ത് രാജഗോപാലിൻ്റെ കടിയേറ്റ് ട്രീറ്റ്മെൻറ്റ് ഇരുന്ന സമയത്തൊക്കെ കൊടുത്തത് കോമൺ ആൻറ്റിവനം തന്നെയാണ്. ഒരിക്കലും അതിന് വേറൊരു മരുന്നില്ല. എല്ലാത്തിനും കൂടെ കോമൺ ആയിട്ടുള്ള ഒറ്റ മരുന്ന് മാത്രമേ ഇന്ത്യയിലുള്ളൂ. ഇപ്പം നമുക്ക് 2 പേര് രാജഗോപാലിൻ്റെ കടിയേറ്റപ്പോൾ വെള്ളമെങ്കിൽ ആൾക്ക് വിചാരിക്കും എന്തുകൊണ്ട് അത് മരണപ്പെട്ടില്ല. രാജഗോപാലിൻ്റെ കടി ചാക്കിൽ കൂടി അല്ലെങ്കിൽ സഞ്ചിയിൽ കൂടെ കിട്ടിയതുകൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെട്ട് വന്നത്. പക്ഷേ ശങ്കുരൻ പാമ്പിൻ്റെ കടി അറിയാത്തത് കൊണ്ടാണ് നമുക്ക് മരണം സംഭവിക്കുന്നത്. അപ്പോൾ അൻവർ സാർ പറഞ്ഞ പോലെ ഞാനിത് വർഷങ്ങളായി ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 10 വർഷത്തിന് മേളിലായി നമുക്കിവിടെ തൊഴിലുറപ്പ് അമ്മമാരൊക്കെ വന്നിട്ട്. അപ്പോൾ ആ അമ്മമാരൊക്കെ നിൽക്കുന്ന സ്ഥലത്തൊക്കെ പോയി പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ ഞാൻ പറയുന്ന ഒരു അവർക്കൊരു അവയർനെസ് കൊടുക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട് ഗ്ലൗസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ മുപ്പല്ലി, ഗ്ലൗസിനേക്കാളും സേഫ്റ്റി മുപ്പല്ലി. ഇപ്പോൾ നമ്മളൊക്കെ ഈ ചപ്പൊക്കെ വലിച്ച് നീക്കുന്ന മുപ്പല്ലി എന്ന് പറഞ്ഞ സാധനം ഉപയോഗിച്ച് വലിച്ചുകൊണ്ട് പോകുന്നതാണ് ഏറ്റവും സേഫ്റ്റി. പിന്നെ ഗംബൂട്ട് നമുക്കറിയാം. ഇപ്പോൾ ഈ കോരാണിക്ക് അടുത്ത് അമ്മ മരിച്ച സമയത്ത് ഞാൻ അവിടെ തൊഴിലുറപ്പിൻ്റെ ഒരു അമ്മയുടെ 150ഓളം അമ്മമാർ പങ്കെടുത്തൊരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്ത സമയത്ത് ഈ സേഫ്റ്റി ഷൂവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടുന്നത് തന്നെ തികയുന്നില്ല, ഞങ്ങൾ എങ്ങനെയാണ് സേഫ്റ്റി ഷൂ വാങ്ങിച്ചിടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ കോർഡിനേറ്ററെ വിളിച്ചു, അവരോട് സംസാരിച്ചു, നിങ്ങളിത് ഇവർക്ക് വാങ്ങിക്കൊടുക്കണം. അപ്പോൾ സാറ് പറഞ്ഞ 2 കാര്യം. ഒന്ന് മുട്ടിന് താപ്പോട്ടാണ് കടി കിട്ടുന്നത്, അതിന് സേഫ്റ്റി ഷൂ റബ്ബർ ഷൂ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ ശങ്കുരൻ എന്ന് പറയുന്ന പാമ്പിൻ്റെ കടിയേറ്റ് നമുക്ക് ഇപ്പോൾ ചെറിയെങ്കിലും ഒരു ചെറുപ്പക്കാരനുണ്ട്, എനിക്ക് തോന്നുന്നു അദ്ദേഹം ഫോട്ടോഗ്രാഫറായിരുന്നു. അദ്ദേഹം രാത്രി കടയടച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വീട്ടിൻ്റെ മുറ്റത്ത് വെച്ചാണ് ശങ്കുരൻ്റെ കടിയേറ്റ്. അദ്ദേഹം 1.5 മാസത്തോളം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന് ഒരു സൈഡ് ഒരു കൈക്ക് ഇങ്ങനെ ഒരു മരവിപ്പും ഉയർത്താനൊന്നും പറ്റാത്തൊരു സാഹചര്യം, മെമ്മറി കുറഞ്ഞിട്ട് അദ്ദേഹം ഇന്നും നമ്മുടെ ചെറിയങ്കിഴി ശാർക്കര ക്ഷേത്രത്തിനടുത്ത് ജീവിക്കുന്നുണ്ട്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ പത്തനാപുരത്തെ മോള് തറയിൽ കിടന്നുറങ്ങിയ മോള്, അങ്ങനെ ഒരുപാട് പാമ്പ് കടിയേറ്റ്. ഇപ്പം നമുക്കറിയാം കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുന്നേ കട്ടിലിൽ കിടന്നിറങ്ങിയ കുഞ്ഞിന് ശങ്കുരൻ പാമ്പിൻ്റെ കടിയേറ്റ് മരണപ്പെട്ടു. അതൊന്നും അത്ര വാർത്താ പ്രാധാന്യമായില്ല. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇന്ന് ഒരു പാമ്പിനെ ആ പാമ്പ് കടിച്ച വീട്ടിൽ നിന്ന് അൽജോയുടെ വീട്ടിൽ നിന്ന് തല്ലിക്കൊന്നു പിടിച്ചു എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉറവിടം കണ്ടെത്തണമെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഉറവിടം കണ്ടെത്താൻ പാടാണ്. നമുക്കറിയാം പറമ്പിലാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൻ്റെ പല വീടുകളുടെ ബേസ്മെൻറ്റ്, പഴയ വീടുകളുടെ പക്ഷേ മേശരി പണി ചെയ്ത ഒരാളാണ്, വീട്ടിൻ്റെ കൺസ്ട്രക്ഷൻ പാറ കെട്ടിയിട്ടും ഒക്കെ പണി ചെയ്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ടാവുമായിരിക്കും. അപ്പോൾ അവിടെ അഞ്ചോട് മൃതദേഹം വീട്ടിൽ കൊണ്ടുവരുമ്പോഴും അതേപോലെ ശങ്കുവരൻ കുഞ്ഞിനെ തന്നെയാണ് കണ്ടത്. അപ്പോൾ ഈ 10-30 ഉണ്ടാവുമോ സാറേ? എനിക്കൊരു 7 വർഷങ്ങൾക്ക് ഞാനൊരു എനിക്കൊന്നും പത്തനംതിട്ട റാന്നി റാപ്പിട്ടിന് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് വെച്ചിരുന്നൊരു ശങ്കുരൻ എൻ്റെ വീട്ടിൽ 3 ദിവസം വെച്ച സമയത്ത് അത് 20ഓളം മുട്ടകൾ ഇട്ടിരുന്നു. അത് വലിയ ശങ്കുരനായിരുന്നു. എനിക്ക് തോന്നുന്നത് അത് കൃത്യമായിട്ടൊരു കണക്ക് പറയാനില്ല. അതിൻ്റെ സൈസ് ഇപ്പോൾ മോർക്കൻ പാമ്പ് 14 മുട്ട ഇടാൻ പറ്റുള്ളൂ, 20 ഇടുള്ളൂ ഒന്നും ഒരിക്കലും പറഞ്ഞില്ല. 14 മുട്ടയിട്ട മോർക്കൻ പാമ്പ് ഉണ്ടായിട്ടുണ്ട്, 20 ഇട്ട ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് 2 ഇങ്ങനെ ഒരു കണക്കിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടത് 10 ഇടുള്ളൂ അല്ലെങ്കിൽ 20 ഇടുള്ളൂ എന്ന് ഒരിക്കലും നമുക്ക് പറയാം. സൈസ് പാമ്പിനെ കണ്ടാൽ എൻ്റെ സൈസ് അനുസരിച്ച്, എൻ്റെ ഗ്രോത്ത് അനുസരിച്ച് നമുക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ എത്ര ഉണ്ടാവുമെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ വീട്ടിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് 2, 3, 4 കണ്ടു എന്ന് പറഞ്ഞാൽ അത് അവിടെ ഇനി ബാക്കി ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ അത് ബാക്കി മുട്ടകൾ കേടായി പോകാം, ചിലപ്പോൾ ബാക്കി മുട്ടകൾ ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെട്ടു പോകാം, ഇങ്ങനെയൊക്കെ ഉണ്ടാകാം. അപ്പോൾ എല്ലാ മുട്ടയും വിരിയണമെന്ന് നിർബന്ധമില്ല, എല്ലാ കുഞ്ഞുങ്ങളും സർവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇതൊക്കെ കുറേ ചിലപ്പോൾ 1-2 രക്ഷപ്പെടും, ചിലപ്പോൾ 10 കുഞ്ഞുങ്ങളുണ്ട്, ചിലപ്പോൾ 2 രക്ഷപ്പെടും. ബാക്കി ഏതെങ്കിലും രീതിയിൽ സന്ധ്യയ്ക്ക് ഇറങ്ങുമ്പോൾ മൂങ്ങ എന്നുള്ള സാധനം ആ ജീവി പിടിക്കാം. അല്ലെങ്കിൽ പാമ്പുകൾ തന്നെ ഭക്ഷിക്കും. ഇപ്പോൾ ശങ്കുരൻ പാമ്പ് മറ്റു പാമ്പുകളെ ഭക്ഷിക്കുന്നൊരു പാമ്പാണ്. ഒരിക്കലും രാജവെമ്പാല മാത്രമല്ല പാമ്പുകളെ ഭക്ഷിക്കുന്ന പാമ്പ്, മൂർഖൻ മറ്റു പാമ്പുകളെ ഭക്ഷിക്കുന്നു, ചേരയെ ഭക്ഷിക്കുന്നു. അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രോഗ്രാമിൽ. അപ്പോൾ ഇതും അതുപോലെയാണ്, പരസ്പരം പരസ്പര പൂരകങ്ങൾ എന്നറിയപ്പെടുന്നത് പരസ്പരം കഴിക്കുന്ന ജീവിയും കൂടിയാണ്. ഇപ്പോൾ 2 കണ്ടു എന്ന് പറയുന്നത് വലിയ രീതിയിൽ അവരെ പേടിപ്പിക്കാതിരിക്കുന്നതാണ്. ഇനി ഉണ്ടാവും എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവരിനി ആ വീട്ടിൽ താമസിക്കാത്തൊരു സാഹചര്യം. ഇപ്പോൾ ഞാൻ ഈ പേയാട് വീട്ടിൽ പോയപ്പോൾ അവരെ വീട് മാറിപ്പോയി. വീട്ടിനകത്ത് 3 മൂർഖൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടിയപ്പോൾ എവിടെ നിന്ന് കിട്ടിയെന്നറിയാം, ഇനി ആരെങ്കിലും കൊണ്ടിട്ടതാണോ എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ ഇങ്ങനെ വന്നപ്പോൾ അവർക്കൊരു സംശയമായി. അപ്പോൾ അവരുടനെ അവിടെ നിന്ന് മാറി നിന്നിട്ട് വിളിച്ച് ഞാൻ പോയി എൻ്റെ ഉറവിടം വരുന്ന വഴി കണ്ടുപിടിച്ച് അതങ്ങ് MC-യിൽ വെച്ച് സീൽ ചെയ്തു. ഇപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല, അത് അടുത്ത പറമ്പിലേക്ക് പോകുന്നു. ഇതിപ്പോൾ 2 കിട്ടിയെന്ന് പറഞ്ഞ് ഇനി വേറെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഇവരുടെ പറമ്പിൻ്റെ അടുത്ത് മതിൽക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ മതിൽക്കെട്ടിനകത്ത് നല്ല തണുപ്പുണ്ടെങ്കിൽ അതിനകത്താണോ, ഇനി അവിടെ നിന്ന് സന്ധ്യയ്ക്ക് കയറി വന്നതാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. അതുപോലെ ഈ വീട് മോൻ കിടന്നുറങ്ങിയ സ്ഥലത്ത് ജനലിനോട് അടുത്താണോ കിടന്നത്, ജനലിൻ്റെ പുറത്ത് വിറകോ എന്തെങ്കിലും അടുക്കി വെച്ചിട്ടുണ്ടോ. സ്ഥാനത്ത് അൻവർ സാർ പറഞ്ഞ പോലെ ഈ വള്ളിപ്പടർപ്പുകൾ എന്താ പറയുക,
പടർന്ന് പോകുന്നുണ്ടോ, പടർത്തിയിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മൾ ആൾക്കാർ ഒരുപാട് ഇപ്പോൾ ഗോവയ്ക്ക എന്ന് പറഞ്ഞ സാധനം, അതുപോലെ ഫാഷൻ ഫ്രൂട്ട്, അതുപോലെ പടവലം, പാവലം, ഇതൊക്കെ നമ്മുടെ നാട്ടുകാർ വീട്ടിനോട് ഇപ്പോൾ വീട്ടിൻ്റെ എത്ര വീട് നല്ല പുതിയ വീട് വലിയ വീടാണെങ്കിൽ അവർ ഈ ക്ലാമ്പിലേക്ക് കയറ് കെട്ടിയിട്ട് അതിനെ പടർത്തി വിടുന്നു. അതൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞ പോലെ ഒന്ന് ക്രോപ്പ് ചെയ്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മരത്തിലോട്ടോ വീട്ടിലോട്ട് കെട്ടാതെ വേറെ മരത്തിലോട്ട് പടർത്തി വിടില്ല. അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് കുറച്ചൊരു സേഫ്റ്റി ആയിട്ട് നമുക്ക് അടുത്ത തലമുറയിലെ കുഞ്ഞുങ്ങളെ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ഏറ്റവും വലിയ ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ 7 കുട്ടികളുടെ കളിക്കോപ്പുകൾ കരിക്കാത്തുനിന്ന് അവസാനം കഴിഞ്ഞ ആഴ്ച എടുത്തതുൾപ്പെടെ 7 പുതിയ രീതിയിലുള്ള കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾക്കകത്തുനിന്ന് വീട്ടിന് വെളിയിലിരിക്കുന്ന കളിപ്പാട്ടം എടുത്ത് രാത്രി എടുത്ത് വീടിനകത്ത് കൊണ്ട് വയ്ക്കുന്നു. അപ്പോൾ വെളിയിൽ കിടക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഇഴജന്തുക്കൾ ഇരിക്കുന്നു, അത് വീടിനകത്ത് കൊണ്ട് വയ്ക്കുമ്പോൾ വീടിനകത്ത് ഇറങ്ങുന്നു. അങ്ങനെ 7 ചെറിയ കളിക്കോപ്പുകൾ പൊളിച്ച് അതിനകത്തുനിന്ന് ഞാൻ പാമ്പ് അതിഥികളെ എടുത്തു എന്നുള്ള ഈ ഒരു 1.5 മാസത്തിനിടയിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പാമ്പുകൾ വീട്ടിനകത്തേക്ക് വരും. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഏതെങ്കിലും പറമ്പിൽ തുണി കൊണ്ടോ അത് ഉണക്കാനിടുന്നെങ്കിൽ അങ്ങനെയും വരാം. അല്ലെങ്കിൽ ഇടയ്ക്ക് നമ്മൾ രാവിലെ എന്തെങ്കിലും സാധനം ഇപ്പോൾ ഗ്യാസ് കുറ്റി കൊണ്ട് വെളിയിൽ നിന്ന് എടുത്ത് വെളിയിൽ കൊണ്ട് വെച്ചു 3-4 ദിവസമായി നമ്മൾ എടുത്ത് വീടിനകത്ത് കൊണ്ട് വെക്കുന്നു. അതിൻ്റെ അടിയിലിരുന്ന് വരാം. നമ്മളറിയാലോ കഴിഞ്ഞ കൊറോണ കഴിഞ്ഞ സമയത്ത് ആയൂരെടുത്ത ഒരു അമ്മ ഗ്യാസ് കുറ്റി കൊണ്ട് വീടിനകത്ത് വെച്ചപ്പോൾ ഗ്യാസ് കുറ്റിയുടെ അടിയിൽ നിന്നൊരു പാമ്പിറങ്ങി വന്ന് അമ്മ കാലുകൊണ്ട് തട്ടി അണലി കുഞ്ഞായിരുന്നു, കടിച്ചു. വീട്ടിൽ ആളില്ലായിരുന്നു. വൈകുന്നേരത്താണ് മക്കൾ വന്നപ്പോൾ കൂടുതലായിരുന്നു. അമ്മയ്ക്ക് നീരൊക്കെ വെച്ചു, അമ്മ മരണപ്പെട്ടു. അപ്പോൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വഴിയൊക്കെ വീട്ടിനകത്തേക്ക് പാമ്പുകൾ വരും. ഇപ്പോൾ ഞാനറിയാം കോട്ടയത്ത് കൊറോണ സമയത്ത് കോട്ടയത്ത് ഒരു ഫ്ലാറ്റിൽ 14ാമത്തെ നിലയിൽ നിന്ന് ചുവർപ്പാമ്പിനെ എടുത്തു. ചുവർപ്പാമ്പ് ചുരുട്ട. അപ്പോൾ നേരത്തെ റോഷ്നി അവറുകൾ പറഞ്ഞതുപോലെ ഇതൊക്കെ മേളിലേക്ക് പൈപ്പ് വഴിയൊക്കെ ഹോൾഡ് ചെയ്ത് കയറുമ്പോൾ, പക്ഷേ ഇത് ഈ 15ാമത്തെ നിലയിൽ കയറിപ്പോണെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വഴി ഇപ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ ലിഫ്റ്റ് ചെയ്ത് പോകുമ്പോൾ എന്തെങ്കിലും ബോക്സോ അങ്ങനെ എന്തെങ്കിലും പോകുമ്പോൾ ചിലപ്പോൾ അതിനകത്തൊക്കെ ഇരുന്നൊക്കെ മേളിലോട്ടൊക്കെ എത്താം. അങ്ങനെയൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപകടം കുറയ്ക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ജനലിൻ്റെ പുറത്തൊക്കെ ഈ സാധനങ്ങളൊക്കെ കൂട്ടി വെക്കുക, ഇതൊക്കെ ഒഴിവാക്കണം. ഇപ്പോൾ നമ്മൾ പല വീടുകൾക്കും 10-15 വർഷമായിരിക്കണം വീട് വെച്ചിട്ട്. അപ്പോൾ വീടിൻ്റെ പഴയ പടികൾ, ജനൽ പടികളൊക്കെ അടിയിലെല്ലാം പൊളിഞ്ഞിരിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ പൊട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ഗ്യാപ്പ് ഉണ്ടാകും. അപ്പോൾ അവിടെയൊക്കെ വിറവ് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടിയൊക്കെ കയറി വീട്ടിനകത്തേക്ക് പാമ്പുകൾ വരാനായിട്ട് സാധ്യത കൂടുതൽ. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നിന്ന് ജനലിൻ്റെ ഈ പടികൾ പൊളിച്ച് ഞാൻ ഒരുപാട് എൻ്റെ ഈ 39 വർഷത്തെ സർവീസിനിടയിൽ ഇന്നലെയോ മെനിങ്ങാന്നോ അല്ല തുടങ്ങി 39 വർഷത്തെ സർവീസിനിടയിൽ ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് എന്തായാലും അടിയന്തരമായി ഈ കണ്ണ് വെച്ചോണ്ട് ഇപ്പോൾ ഈ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ കണ്ണ് വെച്ചുകൊണ്ട് എല്ലാ വീടുകളിലും നമ്മളൊരു സുരക്ഷാ ഓഡിറ്റ് ഇവിടെ നടത്താം. ചുറ്റും നടന്നു നോക്കാം, ഇതുപോലെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. കാടും പടർപ്പും ഉണ്ടെങ്കിലൊന്നും സ്വയമായി വൃത്തിക്ക് ആക്കുകയോ അല്ലെങ്കിൽ ആരെ നിർത്തി പണിയെടുപ്പിക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ വിറകൊക്കെ ഉണ്ടെന്ന് മാറ്റാം, അല്ലെങ്കിൽ ജനലോടത്ത് എന്തായാലും അടിയന്തരമായി നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് റോഷ്നി ഇവിടെ ഈ പാമ്പ് എന്ന് പറയുന്നത് ഒരു സാധാരണ ജീവിവർഗം തന്നെയാണെങ്കിലും അത് അങ്ങനല്ലല്ലോ. യഥാർത്ഥത്തിൽ ഒരുപാട് വിശ്വാസങ്ങൾ, ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, ഒരുപാട് ദുരൂഹതകളൊക്കെ ചൂഴ്ന്നു നിൽക്കുന്ന കാലാകാലങ്ങളിൽ മനുഷ്യൻ വേറൊരു കണ്ണിൽ കൂടി കാണുന്ന ഒരു ജീവി കൂടിയാണല്ലോ അതിനെ. പോട്ടെ, വേറെ കാര്യം, പാമ്പ് മനുഷ്യൻ ഒരുമിച്ച് ജീവിക്കണം, നല്ല ആവാസ വ്യവസ്ഥയുടെ ലക്ഷണമാണെന്നൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷേ എത്രത്തോളം അത് സാധ്യമാകുമെന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ പാമ്പിനെ പിടിക്കുന്നുണ്ട്. ഈ പാമ്പിനെ പിടിച്ച് ഇതെവിടെയാണ് കൊണ്ടിടുക? ആ ഇടുന്ന പാമ്പ് തിരികെ അങ്ങോട്ടേക്ക് വരില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടോ? നമ്മൾ റെസ്ക്യൂ ചെയ്യുന്ന പാമ്പുകളെല്ലാം വനത്തിനുള്ളിലാണ് റിലീസ് ചെയ്യുന്നത്. പാമ്പിൻ്റെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് വനങ്ങൾ മാത്രമല്ല, നമ്മൾ മനുഷ്യർ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടും എല്ലാം പാമ്പിൻ്റെ ആവാസ വ്യവസ്ഥയാണ്. അല്ലാതെ പാമ്പുകൾ വനത്തിൽ മാത്രമാണ് ജീവിക്കുന്നത്, നാട്ടുമ്പുറത്ത് കാണുന്നു നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നാട്ടുമ്പുറത്ത് കാണുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു, നേരത്തെ സാറ് പറഞ്ഞതുപോലെ സിറ്റിയിലൊക്കെ ഈ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന അല്ലെങ്കിൽ മാർക്കറ്റിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് പാമ്പിനെ കാണുന്നുണ്ട്. അപ്പോൾ പാമ്പിൻ്റെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരിക്കലും വനങ്ങൾ മാത്രമല്ല. പക്ഷേ ശരിക്കും നമ്മൾ അവരോട് ചെയ്യുന്ന ഒരു ദ്രോഹം കൂടിയാണ്. ഒരു ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറ്റി മറ്റൊരു ആവാസ വ്യവസ്ഥയിലേക്ക് കൊണ്ടുവിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് വേറെ നിവർത്തിയില്ല, അങ്ങനെ ചെയ്തേ പറ്റൂ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പല സ്ഥലത്തു നിന്നും റെസ്ക്യൂ ചെയ്യുന്ന പാമ്പുകളെ നമ്മൾ വനത്തിനുള്ളിലേക്ക് അവർക്ക് സ്വൈര്യ ജീവിതത്തിൽ നയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോയി റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ തിരിച്ചു വരുമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, എല്ലാ പാമ്പുകളും തിരിച്ചു വരും എന്നുള്ളതിൽ യാതൊരു ഉറപ്പുമില്ല. പക്ഷേ മലമ്പാമ്പ് പോലെയുള്ള പാമ്പുകൾ പലതും തിരിച്ചു വരുന്നുണ്ട് എന്ന് നമുക്ക് തന്നെ പലപ്പോഴും സംശയം തോന്നാറുണ്ട്. കാരണം മലയോര പ്രദേശങ്ങളിൽ നിന്ന് ഒരുപാട് മലമ്പാമ്പുകൾ എനിക്ക് തോന്നുന്നു ഇതുവരെ 187 മലമ്പാമ്പിനെ ഞാൻ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ശരിക്കും വനത്തിൽ ചെറിയ ചെറിയ ജീവികൾ വളരെ കുറവാണ്. ഇപ്പോൾ പെരിച്ചാഴിയെ പോലെയോ എലിയെ പോലെയോ അല്ലെങ്കിൽ കാട്ടുമുയലോ അതുപോലെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ശരിക്കും ഇന്ന് വനത്തിൽ വളരെ കുറവാണ്. അതുപോലെ തന്നെ കാട്ടുപന്നി എന്ന് പറയുന്നത് ഇപ്പോൾ നാട്ടുപന്നിയായി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ പെരുമ്പാമ്പ് എന്ന് പറയുന്നതും കാട്ടുപന്നി എന്ന് പറയുന്നതും പ്രേയും പ്രഡേറ്ററുമാണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷിക്കുന്നവരാണ്.
പാമ്പ് പന്നിയും പിടിക്കാറുണ്ട്, പെരുമ്പാമ്പ്, അതുപോലെ പന്നി തിരിച്ച് പാമ്പിനെയും പിടിക്കാറുണ്ട്. അപ്പോൾ ഈ മലമ്പാമ്പിനൊക്കെ നാട്ടിൻപുറത്ത് വന്നു കഴിഞ്ഞാൽ കാട്ടുപന്നിയെ പോലെയുള്ള ചെറിയ ജീവികൾ അല്ലെങ്കിൽ പൂച്ച പോലെയുള്ള തെരുവ് പട്ടികൾ ഇതെല്ലാം ഒത്തിരി ഉണ്ട്. കോഴി ഫാമുകൾ, അല്ലാതെ പന്നി ഫാമുണ്ട്. ഇതുപോലെയുള്ള ഒരുപാട് അതിന് ഫുഡ് വളരെ ഭംഗിയായിട്ട് എന്തുവാണ് അധികം മെനക്കെടാതെ ഫുഡ് കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരെ മലമ്പാമ്പും ഒക്കെ വെള്ളത്തിലൂടെയും കണ്ടാൽ പേടിയാവുമെങ്കിലും അത് വെനമസല്ലെന്ന് തോന്നുമല്ലേ? അത് കണ്ടാൽ നമുക്ക് പേടിയാവുമെങ്കിലും അത് വെനമസല്ലെന്ന് തോന്നുന്നു. അതിന്റെ കാര്യത്തിൽ അത് കണ്ട ഇതുണ്ടെന്ന് അറിയുകയും ചെയ്യാമല്ലോ. അതല്ലാതെ ഈ പറയുന്ന ശങ്കുവരനെ പോലെ എവിടെ കയറിയിരിക്കില്ലല്ലോ. അതെ, പെരുമ്പാമ്പെന്ന് പറയുന്നത് നോൺ വെനമസ് ആണ്. പിന്നെ സൈസ് ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ പെരുമ്പാമ്പിനെ തന്നെ, പക്ഷേ ശരിക്കും അണലിയും പെരുമ്പാമ്പും തമ്മിൽ വളരെ സാമ്യമുള്ളതാണ്. പെരുമ്പാമ്പിനെ അണലിയെ ഇവർ തെറ്റിദ്ധരിച്ച് പെരുമ്പാമ്പാണെന്ന് കരുതി കയറി പിടിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എനിക്കിതിലൂടെ അത് തന്നെയാണ് വീണ്ടും വീണ്ടും പ്രേക്ഷകരോടും പറയാറുള്ളത്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന സമയമാണ്, വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങളെയൊക്കെ പല സ്ഥലത്തും പിടിക്കുന്നതായിട്ടുള്ള വീഡിയോ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. നമുക്ക് പലതും, ഞാനിപ്പോൾ റാപ്പിഡ് റെസ്പോൺസ് ടീമിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് പാമ്പുകളെ കൊണ്ടുവച്ചിട്ട് നമ്മൾ അതിനെ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾ ചെയ്യുന്നത്, പല ആൾക്കാരും ചെയ്യുന്നത് കുഞ്ഞു പാമ്പാണ് എന്ന് കരുതി ഇതിനെ കുപ്പിയിലാക്കിയൊക്കെ കൊണ്ടുവരുന്ന ഒരു പ്രവർത്തികളോ പ്രശ്നം അത് തന്നെയാണ്. നമുക്കൊരു കുഞ്ഞു പാമ്പ് കടിച്ചാലും മുട്ട വിരിഞ്ഞ് ഇറങ്ങുന്ന ദിവസം കടിച്ചാൽ പോലും ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ പാമ്പിനെ കാണുമ്പോൾ നമ്മൾ 108 ആംബുലൻസ് 108 നമ്പർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. നമ്മളത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സർപ്പയുടെ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഫോണിലൊന്ന് കിടന്നു എന്ന് വെച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. ആപ്ലിക്കേഷൻ നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് വോളണ്ടിയേഴ്സിൻ്റെ എല്ലാം നമ്പറുണ്ട്. ഈ പാമ്പിനെ ഒരു കുപ്പിയിലാക്കാൻ ശ്രമിക്കുന്ന സമയം മതി, അല്ലെങ്കിൽ ഒരു പെരുമ്പാമ്പിനെ കണ്ടപ്പോൾ ചാക്കിലാക്കി വെച്ചിട്ട് വിളിക്കുന്ന ആ സമയം മതി. പലരും ചെയ്യാറുണ്ട്, ചാക്കിലാക്കി വെച്ചിട്ട് നമ്മൾ പോയി നോക്കുമ്പോൾ ശരിക്കും പെരുമ്പാമ്പായിരിക്കില്ല, അണലിയായിരിക്കും. അപ്പോൾ അതൊക്കെ വളരെ ഭാഗ്യം കൊണ്ട് തട്ടി പോകുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് ജനങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ ഒരുപാട് അവയർനെസ് കൊടുക്കുന്നുണ്ട്. അത് ചെയ്യരുത്. സർപ്പയുടെ ആപ്ലിക്കേഷൻ എടുത്തു വെച്ചാൽ അതിൽ ഒരുപാട് ലൈസൻസ് ഉള്ള നമുക്ക് ഒത്തിരി വോളണ്ടിയേഴ്സ് ഉണ്ട്. രാത്രിയും പകലും വളരെയധികം സജീവമായി ആക്റ്റീവായിട്ട് ഓടി നടന്ന് ഈ കാര്യം ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള റെസ്ക്യൂവർ എത്തി അതിനെ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്ത് മാറ്റിത്തരുവാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ കുറച്ച് ഒരു പ്രയാസം എനിക്ക് തോന്നുന്നു. ഈ ദിവസമായതുകൊണ്ട് കുറേ ആളുകൾ ഡൗൺലോഡ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമായിരിക്കാം. പക്ഷേ ഈ പറയുന്ന പോലെ നേരത്തെ ഡോക്ടർ റോഷി പറഞ്ഞതുപോലെ ആപ്പ് സ്റ്റോറിൽ ഇപ്പോൾ എനിക്ക് ഐഫോണിൽ ഈ ആപ്പ് കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ശരിയാക്കണം. അല്ലാത്ത ഫോണുകളിൽ ആപ്പ് സ്റ്റോറിൽ പോയാൽ വളരെ പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ഈ ദിവസം ഇപ്പോൾ 1-2 ദിവസം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെയും ഈ ആപ്പ് ഫോണിൽ കിടക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. മാത്രമല്ല അങ്ങനെ ആർക്കും അത് ആവശ്യം വരാതിരിക്കട്ടെ. പക്ഷേ ആവശ്യം വന്നാൽ അതിനാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ അടുത്തുള്ള ഹോസ്പിറ്റൽ എവിടെയാണ്, ആൻറ്റിവനം കിട്ടുന്ന ഹോസ്പിറ്റൽ എവിടെയാണ്, അതിൻ്റെ റൂട്ട് മാപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അതിൽ കിടപ്പുണ്ട്. വളരെ ഉപകാരപ്രദമായ ആപ്പാണ്, ഡൗൺലോഡ് ചെയ്യുക. ഒരുപാട് പ്രേക്ഷകർ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. മണ്ണെണ്ണ, പാൽക്കായം എന്ന് വീടിൻ്റെ പരിസരത്ത് തളിച്ചാൽ പാമ്പ് വല്ലെന്ന് പറഞ്ഞത് ശരിയാണ്. പാൽക്കായം കലക്കി പരക്കെ ഒഴിക്കാറുണ്ട്. അതിന് ശാസ്ത്രീയമായ ഏതെങ്കിലും തരത്തിൽ അടിത്തറയില്ല എന്നാണ് നേരത്തെ ശ്രീ മുഹമ്മദ് നൂർ പറഞ്ഞത്. ഡോക്ടർ സണ്ണി പി ഓരത്തേൽ, ഇവിടെ ഈ പറയുന്ന ആൻറ്റിവനം ഗവേഷണം രാജ്യവ്യാപകമായിട്ടല്ല ലോകവ്യാപകമായി തന്നെ എപ്പോഴും വളരെ സജീവമായി നടക്കുന്നതാണ്. അത് കൂടുതൽ വികസിക്കേണ്ട ഒരു മേഖലയുമാണ്. ഈ പറയുന്നത് പോലെ ഓരോ പാമ്പിന് ഓരോ ആൻറ്റിവനം എന്നാ ഇല്ലെങ്കിൽ കടിച്ച പാമ്പ് ഏതാണ് എന്ന് തിരക്കി പാമ്പിനെ പിടിച്ച് കുപ്പിയിലാക്കുന്ന സമയം പാഴാക്കൽ മണ്ടത്തരമല്ലേ ഡോക്ടർ സണ്ണി പി ഓരത്തേൽ? തീർച്ചയായിട്ടും നമ്മൾ അതിനൊന്നും മെനക്കെടരുത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം. നേരത്തെ ഇവിടെ സുരേഷ് പറഞ്ഞ പോലെ ഒരു പ്രത്യേക പാമ്പിനായിട്ട് പ്രത്യേക വനമുണ്ടാക്കുക എന്നുള്ളത് ഒട്ടും പ്രായോഗികമല്ല. ഇപ്പോൾ നമുക്കിവിടെ കേരളത്തിലൊക്കെ ഇന്ത്യയിൽ ലഭിക്കുന്നതെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട 4 പാമ്പുകളുടെ, അതായത് കോബ്ര, അതുപോലെ വൈപ്പർ, ഈ പറയുന്ന ശംഖുവരൻ, ഇങ്ങനെയുള്ള 3-4 പാമ്പുകളുടെ വനം കൂടിച്ചേർന്നുള്ള പോളിമിക്സിനാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഉള്ള ആ വനമാണ് എല്ലാ ആശുപത്രികളിലും ഉള്ളത്. പിന്നെ നമ്മൾ ഈ ആൻറ്റിവനം എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഈ ആൻറ്റിവനം എല്ലാ ആശുപത്രികളിലും സൂക്ഷിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഒന്ന്, അതിൻ്റെ വില കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം, അതിനൊരു ഷോർട്ട് ലൈഫേ ഉള്ളൂ. അത് ഒരു 5-6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റ് ഓഫ് എക്സ്പയറി ആവും. അപ്പോൾ എല്ലായിടത്തും സൂക്ഷിക്കാൻ സാധിക്കില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇത് എല്ലാ ആശുപത്രികളും നൽകുവാനും സാധിക്കുകയില്ല. ഇത് നൽകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എമർജൻസി ആയിട്ടുള്ള സർവീസുകൾക്ക് ചെയ്യാനായിട്ട് സാധ്യതയുള്ള ആശുപത്രികളിൽ ഇത് നൽകാൻ സാധിക്കുള്ളൂ. കാരണം ഈ ആൻറ്റിവനം തന്നെ വളരെയേറെ റിയാക്ഷൻ ഉണ്ടാകാവുന്നതാണ്. മരണപ്പെടുന്നത് പോലെ തന്നെയുള്ള റിയാക്ഷൻ ഉണ്ടാകാം, ഗുരുതരമായിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാകാം. അപ്പോൾ അതിനുള്ള പ്രതിവിധികളൊക്കെ ചെയ്യുവാൻ സാധിക്കുന്നതായിട്ടുള്ള വലിയ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് ഇല്ലെങ്കിലും 2-3 ഡോക്ടേഴ്സൊക്കെ ഉള്ള സാങ്കേതികമായിട്ട് ഇതിനൊക്കെയുള്ള ആൻറ്റിവനം നൽകുമ്പോൾ റിയാക്ഷൻ ഉണ്ടാകുന്നതിനെ പ്രതിരോധീകരിക്കാനുള്ള മരുന്നുകളും ഒക്കെയുള്ള സംവിധാനങ്ങളുള്ള ആശുപത്രികളിൽ ഇത് നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ.
ഇപ്പോൾ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ ആൻറ്റിവെനം ഇല്ല, അടുത്ത ആശുപത്രികളിലേക്ക് പൊയ്ക്കോളൂ എന്ന് ഡോക്ടർമാർ കൃത്യമായിട്ട് പറഞ്ഞു നൽകുമ്പം ആ ആശുപത്രികളിലേക്ക് പോകുവാൻ തയ്യാറാകേണ്ടതാണ്. കാരണം അവിടെ ഇരിക്കുന്ന ആശുപത്രി ജീവനക്കാർക്കും ഡോക്ടേഴ്സിനും അറിയാം അടുത്ത ഏത് ആശുപത്രികളിലാണ് ആൻറ്റിവെനം സൂക്ഷിച്ചിട്ടുള്ളത് എന്നുള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരത് നൽകും. ഇത് നൽകുമ്പോൾ ഗുരുതരമായിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാകുകയാണെങ്കിൽ അതിന് നൽകേണ്ട അഡ്രിനലിൻ പോലെയുള്ള മരുന്നുകൾ, അതുപോലെ തന്നെ ഹൈഡ്രോകോർട്ടിസോണ്, അവിൽ, ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ വേണം. ചിലപ്പോൾ ഈ ആൻറ്റിവെനം നൽകുന്ന സമയത്ത് തന്നെ ഗുരുതരമായിട്ട് റിയാക്ഷൻ ഉണ്ടാകാം. ഗുരുതരമായിട്ട് റിയാക്ഷൻ ഉണ്ടാകുകയാണെങ്കിൽ ആൻറ്റിവെനം നിർത്തി വെച്ചിട്ട് ഈ റിയാക്ഷനെ ചികിത്സിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. ചിലപ്പോൾ ആൻറ്റിവെനം നൽകുന്നതിന് മുൻപ് തന്നെ ഈ വിഷാംശം കൊണ്ട് രോഗി മരിക്കുമോ അല്ലെങ്കിൽ ഇനി റിയാക്ഷൻ കൊണ്ട് മരിക്കുമോ എന്നുള്ള പ്രശ്നങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഒരു കൈകളിലൂടെ ആൻറ്റിവെനം നൽകുകയും മറുവശത്ത് ആൻറ്റിവെനത്തിനെതിരെയുള്ള പ്രതിരോധ മരുന്നുകൾ നൽകുകയും ചെയ്തിട്ടൊക്കെയാണ് പലപ്പോഴും രോഗികളെ രക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു നിസ്സാരമായിട്ടുള്ളൊരു ചികിത്സയല്ല. അതിനുള്ളതായ സാങ്കേതിക മേന്മയുള്ള ആശുപത്രികളിലാണ് ഇത് സൂക്ഷിക്കുന്നത്. അവിടേക്കാണ് ആൾക്കാർ ചെല്ലേണ്ടത്. ഓരോ ആശുപത്രിയും ഇക്കാര്യത്തെ സംഘർഷഭരിതമാക്കരുതെന്നും എനിക്ക് പറയുവാനുണ്ട്. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു സാർ. എന്തായാലും കുറച്ച് സങ്കീർണമാണ് ചികിത്സ എന്നുകൂടി പറയുകയാണ്, അതും അധികം പേർക്ക് അറിയാത്തതായിരിക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സർപ്പ ആപ്പ് എന്ന് പറയുന്നത് ചെറിയ MB മാത്രം ആവശ്യമുള്ള, നമ്മുടെ ഫോണിൽ നിന്നും അധികം പെർമിഷൻ ചോദിക്കാത്ത ഒരു പാവ ആപ്പാണ്. അത് ഡൗൺലോഡ് ചെയ്തിട്ടേക്കുക. നമുക്ക് ആവശ്യം വരാതിരിക്കട്ടെ. അത് ആർക്കെങ്കിലും ആവശ്യം വന്നാൽ അതൊരു പക്ഷേ അതൊരു ജീവൻ രക്ഷാ ഉപാധിയായി മാറിയേക്കാം. അപ്പോൾ ജാഗ്രതയോടെ ഇരിക്കുക, ഭയം വേണ്ട, പക്ഷേ ജാഗ്രത വേണം, കർശനമായ ജാഗ്രത വേണം. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.